യോഗങ്ങളുടെ പ്രഥമരാത്രിയിൽ ഈ രാത്രിയിലെ ശുശ്രൂഷകൾ ഈ വേദിയിൽ നിയന്ത്രിക്കുന്ന ഫാസ്റ്റർ ജിജോ മോൻ അവർ, ഫാസ്റ്റർ കെ പി കുട്ടപ്പൻ അവർ, ഈ ആത്മീയ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഫാസ്റ്റർ എം ബി ജോൺ, വൈസ് പ്രസിഡന്റ് ഫാസ്റ്റർ സുഭാഷ്, ജനറൽ സെക്രട്ടറി ഫാസ്റ്റർ ജിജോ മോൻ, ജോയിന്റ് സെക്രട്ടറി ഫാസ്റ്റർ അനീഷ് ജേക്കബ്, ട്രഷറർ സി പി ജോസ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പാസ്റ്റർമാർക്കും ഈ പ്രഥമ രാത്രിയിലൂടെ വളരെ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ശബ്ദവാഹിനിയുടെ ശ്രവണസീമയിൽ ശബ്ദപരിസരത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ശ്രോതാക്കൾക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും വിമോചകനുമായി യേശുക്രിസ്തുവിൻ്റെ വന്ധ്യവും പരിശുദ്ധമായ നാമത്തിൽ പുഷ്പമായ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുക. ഈ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ ഇവിടെ എത്തിച്ചേരാനും ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും കർത്താവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഒരിക്കൽ കൂടി ഈ ആയുസ്സിൽ അവസരമൊരുക്കുക. ദൈവത്തിൻ്റെ സകല മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി വേദിയെ സജ്ജമാക്കിയ 43ാമത് കണമല കൺവെൻഷൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുക. തുടർമാനമായി നടന്നു വരുന്ന ഈ ആത്മീയ യോഗങ്ങൾ ഈ സ്ഥലത്ത് ഈ പ്രദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയുള്ള യോഗങ്ങളിലൂടെ ദേശത്ത് സുവിശേഷം വിളിച്ചറിയിക്കാനും ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി സഭയുടെ ഒരു നയവിശദീകരണ യോഗം പോലെ, ഉപദേശ വിശദീകരണ യോഗം പോലെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ യോഗങ്ങളിൽ വളരെ ശക്തമായി സുവിശേഷം ദേശത്തോട് അറിയിപ്പാൻ ദൈവം ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം, യോഗം ഈ സ്ഥലത്തിന് ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ വിട്ടുകഥാൻ സ്തോത്രം ചെയ്താട്ട് ഒരിക്കൽ കൂടി ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ സവിശേഷമായി നമ്മുടെ ധ്യാനത്തിനായി എബ്രായ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ വായിച്ച് സഹായിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ സവിശേഷമായ നമ്മുടെ ധ്യാനത്തിനായി വായിച്ചു കണ്ടത്. ഈ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിലെ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തിലൂടെ പരിശുദ്ധമാവും നമ്മൾ സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. സ്തോത്രം. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ധന്യനായ പൗലോസ്. പൗലോസിൻ്റെ തുല്യ വിന്യാസത്തിലൂടെ എബ്രായ ലേഖനം അടക്കം 14 ലേഖനങ്ങൾ സഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം തന്നെ ഏറ്റവും ഈടുറ്റ ലേഖനങ്ങളാണ്. സഭയുടെ പ്രകടന പത്രിക, ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം. യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ
ചർച്ച ചെയ്യപ്പെടുന്ന പേര് പൗലോസിൻ്റെതാണ്. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് പൗലോസിൻ്റെ എഴുത്തുകളും രചനകളും പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും ലേഖനങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ക്രൈസ്തവ സഭയുടെ രണ്ടാം സ്ഥാപകൻ, ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്ന് പലപ്പോഴും സഭാചരിത്രകാരന്മാർ നിരീക്ഷിക്കാറുണ്ട്. ആ രീതിയിൽ വളരെ സ്വാധീനമുള്ള ഒരാളാണ് സെന്റ് പോൾ പൗലോസ്. ആ പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം തന്നെ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ്. ആ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തു വിജ്ഞാനീയ ലേഖനങ്ങളാണ്, ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ലേഖനങ്ങളാണ്. പൗലോസിൻ്റെ 5 ലേഖനങ്ങളിലെ ഏറ്റവും കേന്ദ്രീകൃതമായ പ്രമേയം യേശു ക്രിസ്തുവാണ്. ആരാണ് യേശു ക്രിസ്തു? ഈ ദിവസങ്ങളിലെ യോഗങ്ങളിൽ ഈ ദേശത്തോട് നമ്മൾ വിളിച്ചു പറയുന്നത് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. ആരെയും അമ്പരിപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം, ആ യേശു ക്രിസ്തു ആര് എന്ന് ഈ നാടറിയണം. പൗലോസിന്റെ 5 ലേഖനങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നു യേശു ക്രിസ്തു ആരാണ്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ ദാസനായ മനുഷ്യനായ ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തോടുള്ള മഹത്വം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വയം പരിത്യാഗിയായ ക്രിസ്തു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെ തന്നെ ശൂന്യനാക്കിയ മനുഷ്യനായ താഴ്ചയുടെ 7ാമത്തെ പടവിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു. അതാണ് 2-ാം അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫ്. നിസ്സാര വിഷയമല്ല. ക്രൈസ്തവ സഭയുടെ സംവാദ വേദികളിൽ, സുന്നഹദോസുകളിൽ വലിയ ഡിബേറ്റ് നടന്ന വിഷയമാണ് കെനോസിസ് തിയറി, സ്വയം പരിത്യാഗിയായ ക്രിസ്തു. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും, ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ. നമ്മളതിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ മനുഷ്യനായ ദാസനായ ക്രിസ്തുവിനെ കുറിച്ച്. കൊലോസ്യ ലേഖനം ഏറ്റവും അതിഗംഭീരമായ ലേഖനമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ അസ്തിത്വത്തെ നിരാകരിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ക്രൈസ്തവ സഭ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത്. 3-4 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ നേരിട്ട ഏറ്റവും വലിയ ദാർശനികമായ വെല്ലുവിളി യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം നിരാകരിച്ചതാണ്. യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുകൊണ്ടിരുന്നു. പുത്രനില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ള വാദഗതികൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും പൂർവാസ്തിത്വത്തിനും യേശു ക്രിസ്തുവിന്റെ നിത്യ ആളത്വത്തിനുമെതിരെ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്ന കാലഘട്ടം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിൽഫിസിനെ പോലെ, റസൽ മതത്തെ പോലെ, അങ്ങനെ അനവധിയായ ആളുകൾ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും അവിടുത്തെ ദൈവികമായ ആളത്വത്തെയും നിരാകരിച്ച ആൾക്കാരുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനം എല്ലാ കാലത്തുമുള്ള ദുരുപദേശങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. ആരാണ് ക്രിസ്തു? കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. ഏകദേശം 11 ദുരുപദേശം ഉണ്ടായിരുന്ന സഭയായിരുന്നു കൊലോസ്യ സഭ. നോസ്റ്റിസിസം, അസറ്റിസം, അങ്ങനെ വിവിധങ്ങളായ ദുരുപദേശങ്ങൾ. ആ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ ദൈവശാസ്ത്രപരമായ പ്രതിരോധം തീർത്തുകൊണ്ട് പൗലോസ് കൃത്യമായി പറയുന്നു, എല്ലാ ഫിലോസഫികളും തെറ്റാണ്, റോങ് ആണ്. റിയാലിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. ലീഗലിസം റോങ് ആണ്, നോസ്റ്റിസിസം റോങ് ആണ്, അസറ്റിസം റോങ് ആണ്, സ്പിരിറ്റിസം റോങ് ആണ്, ദൂതന്മാരെ ആരാധിക്കുന്നത് തെറ്റാണ്, അതുപോലെ തന്നെ ന്യായപ്രമാണവാദം തെറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ റിയാലിറ്റി, യാഥാർത്ഥ്യം യേശു മാത്രമാണ്. ഈ പ്രഥമ രാത്രിയിലും നമ്മൾ ഈ ദേശത്തോട് പറയുന്നു, റിയാലിറ്റി, യാഥാർത്ഥ്യം യേശു മാത്രമാണ്. എന്നിട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് അവതരിപ്പിക്കുന്നു. ആരാണ് ക്രിസ്തു?
അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വീണ്ടെടുപ്പുകാരൻ, വിമോചകനായ ക്രിസ്തു. തീർന്നില്ല, സകലത്തെയും സൃഷ്ടിച്ചവനായ ക്രിസ്തു. യേശു ക്രിസ്തുവിന് സൃഷ്ടിപ്പിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരോട് മറുപടി പറയുകയാണ്, കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൃത്യമായി പറയുക. അവൻ സകലവും സൃഷ്ടിച്ചവനാണ്. സർവസൃഷ്ടിക്കും ആദ്യജാതൻ. സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ യഹോസാക്ഷിക്കാരെ നിങ്ങളെ കൊടുക്കുന്നൊരു വാക്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. പ്രീസലോട്. സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശുവിനെ സൃഷ്ടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഫസ്റ്റ് ക്രിയേറ്റഡ് വൺ എന്നല്ല അതിന്റെ അർത്ഥം. പ്രോട്ടോട്ടോക്കോസ്, സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ യേശു ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നല്ല പ്രിയമുള്ളവര്. നമ്മുടെ കർത്താവ് സകല സൃഷ്ടിക്ക് മുമ്പെയുള്ളവരാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനാണ്. നിങ്ങൾ നോക്കൂ, ഒഴിഞ്ഞിരിക്കുന്ന ഒരു കല്ലറ എബ്രഹാം ലിങ്കന്റെ, കാർൽ മാർക്സിന്റെ, ജോൺ എഫ് കെന്നഡിയുടെ, ഗാന്ധിയുടെ, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആരുടെ കല്ലറയല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറയാണ്, തുറക്കപ്പെട്ട കല്ലറ. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവരാണ്. അവൻ സർവസൃഷ്ടിക്കും ആധാരമാണ്. അവൻ സഭയുടെ ശിരസാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. കൊലോസ്യർ 1 അധ്യായമാണ് ഈ പറയുന്നത്. സ്തോത്രം. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ പിതാവിനെ സകലത്തോടും നിരപ്പിച്ചവനാണ്. പിതാവിന് പ്രിയനായവനാണ്. അവൻ സകലത്തിന് മുമ്പേ ഉള്ളവനാണ്. എത്ര എണ്ണം പറഞ്ഞു? സ്തോത്രം. 1 അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദ പ്രീഎമിനൻസ്. യേശു ക്രിസ്തു ആരാണ് ഏത് കൊലോസ്യർ കൃത്യമായി പറയുന്നു പ്രിയമുള്ളവരെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഐഡൽസ് ഇല്ല, ഇവിടെ ഇമേജുകളില്ല, ചുമർചിത്രങ്ങൾ പോലുമില്ല. അതിന് ദൈവശാസ്ത്രപരമായ മറുപടി ഞങ്ങൾക്കുണ്ട്. ഞാൻ ഹോറേബിൽ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ല. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മീതെ വെള്ളത്തിൽ ഒന്നിന്റെ രൂപം വരുത്. ദൈവത്തെ വെളിപ്പെടുത്താൻ, ദൈവത്തെ പ്രത്യക്ഷവൽക്കരിക്കാൻ, ദൈവത്തെ പ്രതിനിധീകരിക്കാൻ തന്റെ പുത്രനായ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കഴിയുന്നില്ല. എന്റെ മറുപടി മനസ്സിലായോ? നിങ്ങൾ എന്നെ ആരോട് തുല്യനാക്കും? സ്തോത്രം. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കും, പക്ഷെ നമ്മൾ ഇസ്ഹാക്ക് യേശുവ എന്ന് പറയും, എലിയാസർ ഹോളി സ്പിരിറ്റ് ആണെന്ന് പറയും. ഈ അബദ്ധമൊന്നും കാണിക്കരുത്. നിങ്ങൾ എന്നെ ആരോട് തുല്യനാക്കും? സ്തോത്രം. ദൈവത്തോട് തുല്യൻ ആരുമില്ല. ദൈവത്തെ വെളിപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് ക്രിസ്തുവിന് മാത്രമാണ്. പ്രൈസ്. അതാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. കൊലോസ്യ ലേഖനം ഞാൻ വിശദീകരിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലെ ക്രിസ്റ്റോളജിയാണ്. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ആരാണ് ക്രിസ്തു എന്ന് വ്യക്തമായി അവതരിപ്പിക്കുക. ഫിലോമോന്റെ ലേഖനത്തിൽ കർത്താവായ ക്രിസ്തു, യേശു ക്രിസ്തു യജമാനനാണ്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്. ആ വാക്കിന് ഒരു പരിമിതി ഉണ്ട്. കാരണം ഈ വാക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം, കൂറിയോസ് എന്ന് കർത്താവും വിളിക്കാം. അതുകൊണ്ടാണ് സാറ അബ്രഹാമിനെ അഡോണായി, അഡോൺ യജമാനനെ, ഹീബ്രുവാണ്, അഡോണായി എന്റെ യജമാനനെ. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം, അതാണ് കൂറിയോസ്. അധ്യാപകരെ സ്റ്റുഡൻസിന് വിളിക്കാം, അടിമയ്ക്ക് ഉടമയെ, ഡൂലോസിന് അടിമയ്ക്ക് ഉടമയെ വിളിക്കാം, ഭരണാധികാരികളെ വിളിക്കാം. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഭരണകർത്താവ്. കണ്ടോ? ഭരണാധികാരികളെ ഉപയോഗിക്കാം. കൈസർമാരെ വിളിച്ചത് കൂറിയോസ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞത് ടിക്കറ്റ് സഭയ്ക്കകത്ത് തന്നതല്ല. പണ്ടൊരു കാർഡ് വിതരണം ചെയ്യുമല്ലോ, രക്ഷിക്കപ്പെട്ടോ അവിടെ ഒരു ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് സഭയിൽ ചേർന്നതല്ല. കൈസറല്ല ഞങ്ങളുടെ കർത്താവ്, സ്റ്റേറ്റിന്റെ മതമല്ല ഞങ്ങളുടെ മതം, എംപർ വർഷിപ്പ് അല്ല ഞങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് വില കൊടുത്തവിടെ മാർഗമാണ് ഇത്. കേട്ടോ? അലസരായ ശ്രദ്ധിച്ചോണം. ഒരു സ്തോത്രം പറയാതെ ശ്രദ്ധിച്ചോണം. ഞാൻ എഴുന്നേൽക്കുന്നിടം വരെ ഒരാൾ ഇവിടെ സ്തോത്രം പറഞ്ഞില്ല. അതിലെ അധ്യക്ഷൻ ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ വരുമ്പോൾ, ഞങ്ങൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഓഡിയൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ന്യൂട്രൽ ആണോ മനസ്സിലാവും. പാട്ടുകാരോട് എങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തത്, അധ്യക്ഷനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, എങ്ങനെയാണ് ഉദ്ഘാടകനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകും ഓഡിയൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ന്യൂട്രൽ ആണോ എന്ന് പിടികെട്ടി കഴിയും. അതിന് 15 മിനിറ്റ് മതി, മനസ്സിലായി കാണും. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം. ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവർ ഒന്നുമല്ല കേട്ടോ. സ്റ്റേറ്റിനെതിരെ പോരാടിയവരെ കുറിച്ചാണ് പറയുന്നത്.
85-ാമത്തെ വയസ്സിൽ സഭയെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് ചക്രവർത്തി പറഞ്ഞപ്പോൾ കഴിഞ്ഞ 85 വർഷം എനിക്കൊരു ദോഷവും യേശു ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ രക്തസാക്ഷിയായ പ്രിയ സ്മുർണയിലെ ബിഷപ്പ് പോളികാർപ്പിന്റെ സഭയാണിത്. ഇത് ഉറക്കം തോന്നിയുടെ സഭയല്ല കേട്ടോ. 12 വയസ്സുകാരൻ സിറില് രക്തസാക്ഷിയായി, ഒരു ഗർഭിണി രക്തസാക്ഷിയായി. ഇത് പെർപ്പച്വൽ സഭയാണിത്. ആ സഭയാണെന്ന് ഓർത്തോണം. ഇത് വില കൊടുക്കുന്നവരുടെ, തന്റെ ഇടമുള്ളവരുടെ, എവിടെയും യേശുവിനെ ഉയർത്തുന്നവരുടെ മാർഗമാണ് ഈ മാർഗം. മാരിപ്പാട ജില്ലയിൽ ഒരു അപ്പനും 6 വയസ്സും 10 വയസ്സുള്ള 2 മക്കൾ തീഗോളങ്ങളായി കത്തിയെ പറഞ്ഞിട്ട് ഈ ജനുവരി മാസം 23, 25 വർഷം തികയാണ്. ഈ സഭ ആരുടെ സഭയാണ് നിങ്ങൾ മനസ്സിലാക്കണം. സിറിനെ കൊല്ലാൻ കൊണ്ടു നിർത്തിയ 12 വയസ്സുകാരനാണ്. 12 വയസ്സുകാരൻ, മനസ്സിലായോ? നമ്മുടെ 12 വയസ്സുകാർക്കുണ്ടോ? എൻ്റെ ഇൻട്രോ അല്പം കട്ടിയായപ്പോൾ നമ്മളെ 12 പേര് എഴുന്നേറ്റ് പോയി. അതാണ് നമ്മുടെ വ്യവരോധാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. 12 വയസ്സുകാരനെ കൊണ്ടു നിർത്തിയിട്ട് അവനെ കൊല്ലാൻ താമസിച്ചപ്പോൾ സ്തോത്രം, അവൻ പറയുകയാണ് ആരാച്ചാരോട്, നിങ്ങൾ എന്നെ വേഗം കൊല്ലൂ, എനിക്ക് യേശുവിന്റെ അടുത്ത് പോകണം. ആ 12 വയസ്സുകാരന്റെ സഭയാണിത്. എഴുന്നേറ്റ് പോയത് കേട്ടോണം. നിങ്ങൾ പുസ്തകം വായിക്കാതെ ഞങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവർ, ഈ സഭ ആരുടേതാണ് മനസ്സിലാക്കണം. ഈ സഭ ആരുടേതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് വില കൊടുത്തവരുടെ മാർഗമാണിത്. കന്തമാലിലും നൈജീരിയയിലും മണിപ്പൂരിലും 60 രാജ്യങ്ങളിൽ പീഡനമുണ്ട്. ഉത്തര കൊറിയയിൽ, ചൈനയിൽ, എറിട്രയിൽ, സുഡാനിൽ, നൈജീരിയ, ഇന്ത്യ 11ാം സ്ഥാനത്താണ്. 60 രാജ്യങ്ങളിൽ സഭയെ പീഡിപ്പിക്കുകയാണ്. ആ പേഴ്സിക്യൂട്ടർ ചർച്ചിനെ നിങ്ങൾ ഓർക്കണം. ഇത് പീഡിപ്പിക്കപ്പെടുന്ന സഭയാണ്. കൈസർമാരുടെ പേരാണിത്. കൈസർമാരെ വിളിച്ച പേരാണ് കർത്താക്കന്മാർ. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കർത്താവ് കൈസറല്ല. റോമാലേഖനം 10-9 വാക്യം അതാണ്. യേശുവിനെ കർത്താവ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് പറഞ്ഞാൽ കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. ചുമ്മാ പറഞ്ഞല്ല ആ വാക്ക്. യേശു ഞങ്ങളുടെ കർത്താവാണ്. സ്തോത്രം. അത് സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് കേട്ടോ. അതാണ് തോമസ് യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവും ദൈവമായുള്ളവേ. സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ക്രൈസ്തവ സഭയുടെ 2 വിശ്വാസ പ്രഖ്യാപനമാണ്. തോമസ് പറഞ്ഞതും ഈ പീറ്റർ പറഞ്ഞതും. നിങ്ങൾക്കറിയാമോ, ഫിലിപ്പിന്റെ കൈസരി വെച്ച് പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആൾക്കൂട്ടം പല കാര്യം പറയും കേട്ടോ. യെരമ്യാവെന്ന് പറയും, യോഹന്നാനെന്ന് പറയും, പലതും പറയും. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ വികാരമല്ല ഞങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ആരാണ്. അപ്പോൾ പറഞ്ഞു, യു ആർ ദ ക്രൈസ്റ്റ്. ഒട്ടനവധി ബാലിന്റെ ക്ഷേത്രമുള്ള നാട്ടിൽ നിന്നുകൊണ്ട്, പാൻ എന്ന് പറയുന്ന ഗ്രീക്ക് ദേവന്റെ ക്ഷേത്രമുള്ള നാട്ടിൽ നിന്നുകൊണ്ട്, കേരളവും പണിയെടുപ്പിച്ച വെള്ളക്കല്ല് കൊണ്ടുള്ള ക്ഷേത്രമുള്ള നാട്ടിൽ നിന്നുകൊണ്ട് പൗലോസ് യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഞങ്ങൾക്കൊരു സംശയമില്ല, നീ കർത്താവാണ്. യു ആർ ദ ക്രൈസ്റ്റ്, നീ യേശു ക്രിസ്തുവാണ്. ഇതൊരു ഡിക്ലറേഷനാണ് പീറ്ററിന്റെ. രണ്ടാമത് തോമസ് പറഞ്ഞതാണ്, നീ ഞങ്ങളുടെ കർത്താവും ദൈവവുമാണ്. നീ ഞങ്ങളുടെ കർത്താവും ദൈവമാണ്. യേശുവിനെ ദൈവം വിളിച്ചിരിക്കുക. യേശുവിനെ ദൈവം വിളിച്ചിട്ടുണ്ടെന്നാണ് സക്കീർത്തായി ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഡയറക്റ്റായി 9 ഇടത്താണ് യേശുവിനെ കൃത്യമായി ദൈവം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി റസൽ മതക്കാർക്ക് സംശയം കാണും, സക്കീർത്തായിക്ക് സംശയം കാണും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംശയമില്ല, യേശു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ഞങ്ങൾ പറയാൻ 6 തെളിവുകളുണ്ട്. 1, യേശു ക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങൾ. 2, യേശു ക്രിസ്തുവിന്റെ ദൈവിക ലക്ഷണങ്ങൾ. 3, യേശു ക്രിസ്തുവിന്റെ ദൈവിക ചുമതലകൾ. 4, പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനെയും ഒരേ തുല്യതയിൽ ഒരേ പദവിയിൽ വിശദീകരിച്ചിരിക്കുന്നു. 6, യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു. ഈ 6 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ദൈവമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവാണ്. എബ്രായ ലേഖനത്തിൽ the superiority of Christ, യേശു ക്രിസ്തു
ശ്രേഷ്ഠത. നിങ്ങൾ നോക്കൂ, ഈ 5 ലേഖനങ്ങൾ ക്രിസ്തു വിജ്ഞാനീയമാണ്. അത് റോമാലേഖനം, ഗലാത്യലേഖനം, കൊരിന്ത്യലേഖനം രക്ഷാസിദ്ധാന്തപരമാണ്. വിശ്വാസത്താൽ നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. വിശ്വാസത്താലുള്ള നീതീകരണം. നീതി കോടതി വെറുതെ വിട്ട കേസ കേട്ടോ. നീതീകരണമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നിലത്തിരിക്കാൻ തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി വെറുതെ വിട്ട കാര്യമാണ്. സുപ്രീം കോടതി വെറുതെ വിട്ട ഒരു പ്രതിയുടെ മാനസികാവസ്ഥ ചിന്തിച്ച് കോടതി എന്നിട്ട് സ്വന്തം പറയാൻ ഉള്ള ഒരു മാനസികാവസ്ഥ നമുക്കില്ല. റോമാലേഖനം പഠിച്ചാൽ നിലത്തുകയിരിക്കത്തില്ല പ്രിയമുള്ളവര്. സുപ്രീം കോടതി നിങ്ങളെ വെറുതെ വിട്ടു, കുറ്റക്കാരല്ലെന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം ചുമത്തും? സുപ്രീം കോടതി വെറുതെ വിട്ടവർ മുക്കൂട്ടുതറയിലോ എരുമേലിയിലോ ഈ ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ അവനെതിരെ ചാർജ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ദൈവിക കോടതി, സുപ്രീം കോടതി വെറുതെ വിട്ടവരാണ് നിങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് ആ കോടതി യേശുവിനെ ക്രൂശിച്ചു കളഞ്ഞു. പുനർവിചാരണയിൽ ആ കോടതി പുത്രനെ ക്രൂശിച്ചു. ദൈവിക കോടതി നമ്മളെ വെറുതെ വിട്ടു. അതിന് കോടതി ടെർമിനോളജിയാണ് ജസ്റ്റിഫിക്കേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെയാണ് റോമാലേഖനവും ഗലാത്യലേഖനവും വിശുദ്ധീകരണം പ്രത്യേകിച്ച് കൊരിന്ത്യലേഖനം പറയുന്നത്. അദ്ദേഹത്തിന്റെ വൈദിക ലേഖനങ്ങളാണ് 1-2 തീത്തോസ് ലേഖനങ്ങൾ, പാസ്റ്റർ എപ്പിസോഡ്. എസ്കറ്റോളജി, അന്ത്യകാല വിജ്ഞാനം പറഞ്ഞിരിക്കുന്ന ഏക ലേഖനം തെസ്സലോനിക്ക ലേഖനമാണ്. ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നാളിനെ സംബന്ധിച്ചും. ഇതാണ് പൗലോസിന്റെ റൈറ്റിംഗ്സ്. അതിൽ എബ്രായ ലേഖനമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന സ്തോത്രം. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ സവിസ്തരമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി പാടാനും പ്രസംഗിക്കാനും കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ് കേട്ടോ. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്. സ്തോത്രം. ആരോടാണ് ഇത് പറയുന്നത് അറിയാമോ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചക മതം, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വൈദിക മതം, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പൗരോഹിത്യ മതം, അതാണ് യഹൂദ മതം. ആ യഹൂദ മതത്തിലെ എബ്രായ ക്രിസ്ത്യാനികളോടാണ് ഈ പറയുന്നത്. അവർക്ക് ദേവാലയമുണ്ട്, സമാഗമന കൂടാരമുണ്ട്, ഉടമ്പടികളുണ്ട്, യാഗങ്ങളുണ്ട്, മാലാഖമാരുണ്ട്, പിതാക്കന്മാരുണ്ട്, പേഴ്സണാലിറ്റി കൾട്ടുകളുണ്ട്, കവനന്റ്, ലോയുണ്ട്, പ്രോമിസുണ്ട്. അവർക്ക് എല്ലാം ഉണ്ട്. ഇതെല്ലാമുള്ള ആളുകളോടാണ് പറയുന്നത് യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന്. യഹൂദ മതത്തിന്റെ എല്ലാ സാംസ്കാരിക ചിഹ്നങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട്, യഹൂദ മതത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക ബിംബങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട്, ഏത് ദേവാലയത്തെ, പിതാക്കന്മാരെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, അവരുടെ സമാഗമന കൂടാരത്തെ, അവരുടെ യാഗവിധികളെ, അവരുടെ പെരുന്നാളുകളെ, അവരുടെ മാലാഖ വൃന്ദത്തെ, അവരുടെ പൂർവ്വ സൂര്യകളെ, അവരുടെ എല്ലാ ബിംബങ്ങളെയും എല്ലാ ചിഹ്നങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നു, ശ്രേഷ്ഠൻ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്താണ് ഇത് പറയാൻ കാരണം? ഇവര് വിശ്വാസത്തിൽ വന്നിട്ട് പ്രതികൂലം വന്നപ്പോൾ ചിലരൊക്കെ പിന്മാറിപ്പോയി. സദനം ഒറിജിനൽ വിശ്വാസിയെ പ്രതികൂലം വരുമ്പോൾ അറിയാം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ അറിയാം ഒറിജിനൽ വിശ്വാസിയെ. പ്രതിസന്ധികൾ വരുമ്പോൾ, ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചില്ലറ അടിയൊക്കെ ഉണ്ടല്ലോ. നോർത്ത് ഇന്ത്യ മാത്രമല്ല, കേരളത്തിലുമുണ്ട്. സ്തോത്രം. വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവർ, എന്താ ലേഖനം എഴുതാൻ കാരണമെന്നറിയാമോ? വിശ്വാസ മാർഗമാണ് ഏറ്റവും ഉജ്ജ്വലമായ മാർഗമെന്ന് മനസ്സിലാക്കി കർമ്മമാർഗം വിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾ പീഡനങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ കർമ്മമാർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അവരോടാ പറഞ്ഞത്, പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പിന്മാറിപ്പോകരുത്. എബ്രായലേഖനം പഠിച്ചോണം. 22 മുന്നറിയിപ്പുണ്ട്. 22 പിന്മാറരുത്, മനഃപൂർവ്വം പാപം ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവകൃപ വിട്ട് പിന്മാറരുത്. ഇങ്ങനെ 22 മുന്നറിയിപ്പുണ്ട്. വല്ലപ്പോഴും ഒഴുകി പോകരുത്, രക്ഷയെ അഗണ്യമാക്കരുത്, മുടം തുള്ളത് ഉളുക്കി പോകരുത്. ഇങ്ങനെ 22 ഉണ്ട്. വാണിയാണ്, മുന്നറിയിപ്പാണ്. ആരും പിന്മാറിപ്പോകരുത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ജീവിതത്തിൽ ഏത് പ്രതികൂലം വന്നാലും 1 ഇഞ്ച് ഒരു കാര്യം പുറകോട്ട് മാറില്ല കേട്ടോ.
ഇവിടെ പേടിത്തൊണ്ടമാരെ ഒന്നും വേണ്ട. അവർ ഇന്ന് രാത്രി റിസൈൻ ചെയ്തിട്ട് പൊക്കോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പേടിയുള്ളവരെ വേണ്ട, ഭയമുള്ളവരെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ പറയട്ടെ, പിന്മാറിയെങ്കിൽ എന്റെ ഉള്ളിൽ അവന് പ്രസാദമില്ല. അവർ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുകയാണ്, ചവിട്ടിക്കളയുകയാണ്. ചുമ്മാ എഴുതി വെച്ചതല്ല. ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കി കൊടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടാൻ പറഞ്ഞിട്ട് ചവിട്ടി ചവിട്ടി അതിന്റെ രൂപം വികൃതമാകുന്നത് വരെ ചവിട്ടി. അങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. അതെന്തൊരു വിശ്വാസിയാ സോദരം. അങ്ങനെ ചവിട്ടിക്കളഞ്ഞവരുണ്ട്. അങ്ങനെ പിന്മാറിപ്പോകുന്നവർ, അങ്ങനെ പിന്മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട് പൗലോസ് പറയുകയാണ്, ദ ബെറ്റർ, നിങ്ങൾ ഏറ്റവും നല്ലതിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാർഗമാണ് നല്ലത്. 13 പറയുന്നുണ്ട്, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല പൗരോഹിത്യം, ഏറെ നല്ല സമ്പത്ത്, ഏറെ നല്ല നഗരം, ഏറെ നല്ല ഉയർപ്പ്, ഏറെ നല്ല നിയമം, ഏറെ നല്ല സമ്പത്ത്, ഏറെ നല്ല ശുശ്രൂഷ, ഏറെ നല്ല ഉടമ്പടി, ഏറെ നല്ല വാഗ്ദത്തം, ദ ബെറ്റർ, ഏറ്റവും നല്ലതിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി സഭയോട് പറയട്ടെ, നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല. നിങ്ങൾ ഏറ്റവും നല്ലതിലേക്കാണ് വന്നിരിക്കുന്നത്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വന്നത് ഏറ്റവും നല്ലതിലേക്കാണ്, ഈ മാർഗം ഏറ്റവും നല്ലതാണ്, ഈ യാഗങ്ങൾ ഏറ്റവും നല്ലതാണ്, എനിക്ക് വേണ്ടി ഒരുക്കിയ നഗരമാണ് ഏറ്റവും നല്ലത്, ബെറ്റർ റിസർവേഷൻ, ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉയർപ്പാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. വീടൊക്കെ ജപ്തി ചെയ്തു, സമ്പത്തൊക്കെ കൊള്ളയടിച്ചു, അങ്ങനെ അവരുടെ സിവിൽ നിയമങ്ങൾ നിഷേധിച്ചു. ലീഗൽ ഡിസ്ക്രിമിനേഷൻ. വടി കൊണ്ടടിക്കുന്ന മാത്രമല്ല പീഡനം കേട്ടോ, പീഡനം ലീഗൽ ഡിസ്ക്രിമിനേഷൻ കൂടിയാണ്. ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ അവിടെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുന്ന പേഴ്സിക്യൂഷനാണ് ലീഗൽ ഡിസ്ക്രിമിനേഷൻ. നിയമപരമായ അവഗണന അവരോട് കാണിച്ചു, അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു, അവരെ പീഡിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഹിറ്റ്ലർ യഹൂദന്മാർക്ക് തണുപ്പ് വന്നപ്പോൾ പുതപ്പ് കൊടുക്കാതിരുന്ന പോലെ, മുട്ടയും പാലും കൊടുക്കാതിരുന്ന പോലെ, വാക്സിൻ കൊടുക്കാതിരുന്ന പോലെ പീഡിപ്പിച്ചു. അങ്ങനെ സമ്പത്ത് കൊള്ളയടിച്ചപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. സമ്പത്തുകളുടെ അപകാരം സഹിച്ചവരോട് പറയുകയാണ്, ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ചിലർ യോഗത്തിന് പോലും വരാതിരുന്നു. അവരെ കുറിച്ച് പറയാം, സഹായങ്ങളെ നിങ്ങൾ എന്ത് ചെയ്ത് വീക്ഷിക്കണം. എനിക്ക് പരിമിതമായ സമയമുണ്ട്, ഞാനത് 13 അധ്യായം പറയും, ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണം. പ്രൈസലോ. സഭായങ്ങളെ അലക്ഷ്യമാക്കുക, കാരണം അറസ്റ്റ് ചെയ്യും. ഇവിടെ അറസ്റ്റ് ഇല്ലാഞ്ഞിട്ട് ഇവിടെ ഒരാളില്ല കണ്ടോ. അറസ്റ്റ് ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് പ്രസംഗത്തെയും ബൈബിളിലെയും സഭയൊന്നും കാണരുത്. ചെയ്യും, അത് പേടിച്ചാണ്, കൊല്ലപ്പെടും. വായിച്ചിട്ടുണ്ടോ? ബോൺബർച്ചിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം വലിയ ശക്തമായ പോരാട്ടം ഹിറ്റ്ലർക്കെതിരെ നടത്തിയതാണ്. ഹിറ്റ്ലറിനെതിരെ പ്രസംഗിച്ച ജർമ്മനിയിലെ കൺഫ്യൂസിംഗ് ചർച്ചിന്റെ നേതാവാണ്. ഹിറ്റ്ലറിനെതിരെ പ്രസംഗത്തിന്റെ പേരിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് പീഡിപ്പിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ട ആളാണ്. ബോൺഹോഫർ അറിയാമോ? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വിളി മരണത്തിലേക്കുള്ള വിളിയാണ്. മരിക്കാൻ തയ്യാറാകുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ, ജീവിക്കാനുള്ള വിളിയല്ല ഇത്, ഇത് കൊല്ലപ്പെടാനുള്ള വിളിയാണ്. അതുകൊണ്ട് 44 സംഗീതത്തിൽ പറയുന്നത്, ഞങ്ങളെ നിരന്തരം ആടുകളെ പോലെ എണ്ണുന്നു, അറുക്കാരുടെ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇതിന്റെ കാരണം മരണം പോലെ തന്നെയാണ് ഈ ജീവിതം. ആ 44 സംഗീതം 22 വാക്യമാണ് റോമാലേഖനം എട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്ന പൗലോസ്. അറുക്കാന്റെ ആടുകളെ പോലെ ഞങ്ങളെ നിരന്തരം എണ്ണുന്നു, കാരണം ഞങ്ങൾ ജീവിക്കുന്നതും മരണത്തിന് തുല്യമാണ്. അങ്ങനെ ഞങ്ങളെ പീഡിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള പീഡനങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ചിലരൊക്കെ പിന്മാറി. അവരോട് പറഞ്ഞു, ധൈര്യത്തോടെ നിൽക്കുക, ഉറച്ചു നിൽക്കണം, ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറല്ലേ കേട്ടോ. പ്രതിസന്ധികളുടെ പ്രതികൂലം ഉണ്ടാകും, പിന്മാറരുത്. അത് മനസ്സിലാക്കണം. അസൗകര്യങ്ങളുടെ നടുവിൽ ആത്മീയതയാണ് യഥാർത്ഥ ആത്മീയത. മനസ്സിലായിക്കോണം. യഥാർത്ഥ ആത്മീയത സൗകര്യങ്ങളുടെ നടുവിൽ ആത്മീയതയല്ല. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുകയും 10 മക്കളും ഭാര്യയും തള്ളിപ്പറഞ്ഞ് കൂട്ടുകാരും തള്ളിപ്പറഞ്ഞ് 38 അധ്യായം വരെ ദൈവം പോലും ഇടപെടാതിരുന്ന രാത്രികളിൽ ഒരുത്തൻ പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു.
എപ്പോഴാ ദൈവത്തെ ആരാധിച്ചത്? സമ്പത്തല്ല ആത്മീയ അടിസ്ഥാനം. അത് കൃത്യമായി തെളിച്ചു. സമ്പത്ത് മുഴുവൻ പിൻവലിച്ചു. മക്കളല്ല ആത്മീയ അടിസ്ഥാനം. 10 മക്കൾ ഒരു ദിവസം മരിക്കുന്നു. ഭാര്യയല്ല, ഭാര്യ തള്ളിപ്പറയുന്നു. കൂട്ടുകാർ തള്ളിപ്പറയുന്നു. ആടുമാടുകളല്ല, സമ്പത്തല്ല, വേലിയല്ല, വേലി പൊളിച്ചു കളഞ്ഞു. ഹെൽത്ത് അല്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു. 38-ാം അധ്യായം വരെ ദൈവം പോലും ഇടപെടുന്നില്ലെന്ന് ഓർത്തോണം. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് സൗകര്യങ്ങളുടെ നടുവിലല്ല കേട്ടോ. നമ്മൾ സൗകര്യം ഉണ്ടല്ലേ സ്വതന്ത്രം പറയൂ. സ്വതന്ത്രം അതും സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിക്കാൻ പറയണം. അതൊക്കെ എന്തൊരു തിയോളജി വിരുദ്ധമാണെന്നറിയാമോ? അതൊക്കെ ദൈവശാസ്ത്ര വിരുദ്ധമായ കാര്യങ്ങളാണ്. അതൊക്കെ സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിക്കൂ. ഇത് സന്തോഷമുള്ളവർ മാത്രം പറയേണ്ടതല്ല. ഒരു മനുഷ്യൻ 34 സങ്കീർത്തനം ഞാൻ യഹോവയെ എല്ലാ കാലം സ്തുതിക്കുന്നു പറയുന്നത് സന്തോഷമല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭീഷണിയാണ്, ഒളിച്ചോട്ടമാണ്, തിരസ്കരണമാണ്, അപവാദമാണ്. വേട്ടപ്പെട്ടിയ പോലെ ഒരാളെ ഓടിക്കുകയാണ്, സ്തോത്രം ഒരാളെ ആക്രമിക്കുകയാണ്. അതിന്റെ നടുവിലാണ് പറഞ്ഞ യഹോവ എല്ലാ കാലത്ത് സ്തുതിക്കും. അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളി പൂക്കത്തില്ല, പശുക്കൾ ഗോശാലയിൽ ചത്തുപോകട്ടെ, ആട്ടുംകൂട്ടം പാല് തന്നെ, ഞാൻ യഹോവയെ പ്രമോദിക്കും. എന്റെ ആത്മീയതയുടെ, എന്റെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ഭൗതികതയല്ല, ദൈവമാണ്. അവൻ എന്നെ കൊന്നാലും അവനായി കാത്തിരിക്കും. കണ്ടംപററി തിയോളജിക്കെതിരായ യോബിന്റെ പുസ്തകം അറിയാമോ? കാരണം എല്ലാം ഉള്ളവന്റെ ആരാധനയല്ല, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടവന്റെ സഹനമാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ, പീഡനങ്ങളുടെ, പ്രതിസന്ധിയുടെ, പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു കൂട്ടം ആളുകൾ പിന്മാറി. അവരെ ഉറപ്പിക്കുകയാണ്, ബി കോൺഫിഡൻസ്, ബി കറേജ്, ധൈര്യത്തോടെ നിൽക്ക്. അവരോട് പറയുകയാണ്, വിശ്വാസം തള്ളിക്കളയരുത് കേട്ടോ, മുറുകെ പിടിക്കണം, ധൈര്യത്തോടെ നിൽക്കുക, മുറുകെ പിടിക്കണം. ഹോൾഡ് യുവർ കൺഫെഷൻ, ഇംഗ്ലീഷ് നന്നായി പറഞ്ഞിരിക്കുന്നു. ഹോൾഡ് യുവർ കൺഫെഷൻ. പണ്ട് ഏറ്റു പറഞ്ഞില്ലേ, ചാത്തങ്കേരി കൺവെൻഷന്, എരുമേലി കൺവെൻഷന് യേശുവിന്റെ കർത്താവാണെന്ന്. ആ ഏറ്റു പറച്ചിലിൽ തന്നെ ഇപ്പനെ നിൽക്കണം എന്നല്ല വ്യാഖ്യാനം. ഹോൾഡ് യുവർ കൺഫെഷൻ. സ്വീകാര്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. നിങ്ങൾ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊടുക്കുക, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ ആദ്യ വിശ്വാസം അവസാനത്തോളം അത് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് പലരും ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾ മുറുകെ പിടിച്ചോളും. എന്താ കർമ്മപ്പുസ്തയുടെ രാഷ്ട്രീയം പൊളിഞ്ഞു പോയത്? എന്താ അത് പൊളിഞ്ഞു പോകാൻ്റെ കാരണം? ഇത് നോട്ട് ബുക്ക് വാങ്ങിച്ചും, പുതപ്പ് വാങ്ങിച്ചും, മാഞ്ചിയം വാങ്ങിച്ചും, ഗോതമ്പ് പൊടിയും റവയും വാങ്ങിച്ച് സഭയിൽ ചേർന്നതല്ല. യേശു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉജ്ജ്വലമായ വെളിപ്പാട് പ്രാപിച്ച് യേശുവിനെ സ്വീകരിച്ചവരാണ്. പ്രതികൂലങ്ങളിൽ അവർ പിന്മാറിപ്പോകില്ല, പ്രതിസന്ധികളിൽ പിന്മാറിപ്പോകില്ല. ഹല്ലേലൂയ. നിസ്സാര പീഡനമൊന്നുമല്ല. നമുക്കൊരു മുട്ടുവേദന ഉണ്ടെങ്കിൽ, ഒരു മഴ, ഞങ്ങൾ ചെങ്ങനെന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ ചാറി ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴക്കോള് മതി യോഗത്തിന് വരാതിരിക്കാൻ. ഇത് അങ്ങനത്തെ പീഡനമൊന്നുമല്ല. കമ്പി ഒഴിപ്പിച്ച് ശരീരത്ത് വെക്കും, ചുണ്ണാമ്പ് കലക്കി കണ്ണിലൊഴിക്കും, കണ്ണ് കുത്തിപ്പൊട്ടിക്കും, വെള്ളയെലികളെ കുടത്തിനകത്ത് പട്ടിണിക്കിടും. എന്നിട്ട് ഈ കുടത്തിൻ്റെ വയറിനോട് ചേർത്ത് വെച്ച് കെട്ടും. വെള്ളയെലികൾ വയറ് ദൂരം കീറിയിട്ട് വേറെ ദ്വാരം ഉണ്ടാക്കി പുറത്ത് വരും. പുറത്ത് വരുമ്പോൾ വെള്ളയെലിയല്ല, ചോരയിൽ കുളിച്ച എലികളായിരിക്കും. വായിച്ചിട്ടുണ്ടോ? അതാ പീഡനം. വന്നിട്ട് നല്ലൊരു സ്തോത്രം പറയാത്ത അമ്മാമ്മയെ അച്ഛനെ കേട്ടോ. ഇതാണ് പെർസിക്യൂഷൻ. ഞാൻ സഭാചരത്തിൽ നല്ലതായി പഠിപ്പിക്കുന്ന ആളാണ്, നോട്ടില്ലാതെ. സ്തോത്രം. ഇതാണ് പീഡനം. നഖത്തിനിടയിൽ മുള്ളാണി അടിച്ച് കയറ്റും, കൊടിലുകൊണ്ട് നഖം പറിച്ചെടുക്കും. മിക്ക സിനോദോസിൽ വന്ന പല ബിഷപ്പുമാർക്ക് അവയവങ്ങളില്ലായിരുന്നു. ഒറ്റക്കാലന്മാർ, സ്ട്രക്ചറെ വന്നവർ, കണ്ണ് കുത്തിപ്പെട്ടവർ. അതാണ് ദാരുണമായ പീഡനമാണ്. കുതിരയുടെ കാലിൽ കെട്ടിയിട്ടിട്ട് പാറ കഷ്ണങ്ങളിലൂടെ ഓടിക്കും, അടകല്ലിൽ തല വെച്ചിട്ട് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കും, ചിതറിത്തെറിക്കും തലച്ചോറ്. വളരെ ദാരുണമായ പീഡനങ്ങൾ. അവിടെ എഴുതിയിട്ടില്ലേ, ജടയാടുകളെ കോലാളുകളെ തോൽ ധരിച്ചവരെന്ന്. സ്തോത്രം. ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് മാത്രം ധരിക്കുന്നതാണ് പ്രോസ്പെറ്റി എന്ന് പറയുന്നതിനൊക്കെ വായിച്ചോണം. ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചവർ ആദിവസഭ. സ്തോത്രം. അത് മനസ്സിലാക്കണം. ഈർച്ചവള അറക്കപ്പെടുക. സ്തോത്രം. അത് പറയുന്നുണ്ട്. 2 കൂട്ടരാണ്. എബ്രായർ 11-ാം അധ്യായത്തിൽ വാളിന്റെ വായ്ത്തലക്ക് തെറ്റിയവരുമുണ്ട്. അത് ബാലൻസ് ചെയ്ത് പ്രസംഗിക്കണം.
വാളിന്റെ വായത്തിലേക്ക് തെറ്റിയവരുണ്ട്, വാളിനെ കൊല്ലപ്പെട്ടവരുമുണ്ട്. തീയുടെ ബലം കെടുത്തിയവരുണ്ട്, തീയിൽ കൊല്ലപ്പെട്ടവരുമുണ്ട്. ഒരു കൂട്ടര് കൊല്ലപ്പെട്ടു, ഒരു കൂട്ടർ വിടുതൽ പ്രാപിച്ചു, ഒരു കൂട്ടർ വിടുതൽ വേണ്ട എന്ന് പറഞ്ഞ് ബെറ്റർ റിസറക്ഷൻ, ഞങ്ങൾക്ക് നല്ല ഉയർപ്പ് മതി എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടു. സ്തോത്രം. ഇതാണ് ക്രിസ്ത്യാനിറ്റി. പത്രോസിന്റെ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ബിഷപ്പിനെ വാളുകൊണ്ട് കൊന്നു, യാക്കോബിനെ. പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിച്ചു. ഇതെങ്ങനെ പ്രസംഗിക്കും നിങ്ങൾ? ഈ 2 വീട്ടുകാർ ഞായറാഴ്ച സഹായത്തിനുണ്ട്, നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കും? ഇതാണ് ക്രിസ്ത്യാനിറ്റി. സ്തോത്രം. ബിഷപ്പിനെ വാളുകൊണ്ട് വന്നു, പുള്ളിയുടെ ഭാര്യ മക്കൾ ഇരിപ്പുണ്ട്. പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിച്ചു, പുള്ളിയുടെ ഭാര്യ മക്കൾ ഇരിപ്പുണ്ട്. സ്തോത്രം. മനസ്സിലായോ? ഇത് രണ്ടും മനസ്സിലാക്കി കാണും. സ്തോത്രം. പത്രോസിനെ വിടുവിച്ച് ദൈവത്തിന് തന്നെ ബിഷപ്പിനെ വിടുവിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് വേദപുസ്തകം അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. സ്തോത്രം. കൃത്യമായി പറയട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെയും ഇങ്ങനെയുമാണ്. സ്തോത്രം. ചിലർ വിടുതൽ പ്രാപിച്ചു, ചിലർ വിടുതൽ പ്രാപിച്ചില്ല. ഇതൊന്നും സഭയ്ക്ക് വിഷയമല്ല. 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നു, വചനം പരന്നുകൊണ്ടിരുന്നു, സഭയെ പീഡിപ്പിച്ചവനെ ദൂതൻ അടിച്ചു കൊന്നു. അതാണ് ക്ലൈമാക്സ്. സ്തോത്രം. വലിയ പീഡനങ്ങളായിരുന്നു. അവരെ ഉറപ്പിക്കാനാണ് എഴുതിയത്. വളരെ ധൈര്യത്തോടിരിക്കുക, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 3 കാര്യമാണ്, 3 പ്രമേയമുള്ള എബ്രായ ലേഖനത്തിൽ. ഒന്ന്, സുപ്പീരിയർ പേഴ്സൺ. ആരാണ് സുപ്പീരിയർ പേഴ്സൺ? യേശു ക്രിസ്തുവാണ്. 2, സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ്. ഏത് പൗരോഹിത്യമാണ് വരുന്നത്? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. 3, സുപ്പീരിയർ പ്രിൻസിപ്പിൾ. ഏത് തത്വമാണ് ശരി? ഫെയ്ത്ത്, വിശ്വാസം. അത് 11-ാം അധ്യായം. ആ വിശ്വാസത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ വിശ്വാസത്തിന്റെ നിർവചനമാണ് ആദ്യം പറയുന്നത്. ആ വിശ്വാസത്തിന്റെ ഡെമോൺസ്ട്രേഷൻ, അത് പ്രസംഗമല്ല, ആ വിശ്വാസം വെളിപ്പെടുത്തുകയാണ്. തീയുടെ ബലം കെടുത്തിക്കൊണ്ട് വാളിന്റെ വായ്ത്തലക്ക് തെറ്റി സിംഹത്തിന്റെ വായ അടച്ച്, the demonstration of the faith. The various heroes of faith. വിശ്വാസ വീരന്മാർ ഉണ്ടോ? ഇപ്പാഗ്, ശിംശോന്, കരുത്തന്മാർ. ഒന്നുമല്ല ഒരു വിഷയം. ദ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഫെയ്ത്ത്. ആരാണ് ഈ വിശ്വാസത്തിന്റെ നല്ല വീരൻ? യേശു ക്രിസ്തുവാണ്. എന്താ നിങ്ങൾ ഞാൻ ചെയ്യേണ്ടത്? ദ എൻഡുറൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ സ്ഥിരത, അതിൽ ആദ്യം നിന്നാണ് കേട്ടോ. ആ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. 3 പറയുന്നത്. 3-ന്റെ 1, 7-ന്റെ 4, 12-ന്റെ 2. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ഫിക്സിംഗ് യുവർ ഐസ് ഓൺ ക്രൈസ്റ്റ്. എല്ലായിടത്തും യേശുവിനെ നോക്കാനല്ല പറയുന്നത്. കൺസിഡർ കെയർഫുള്ളി എന്നും പറയുന്നുണ്ട്. വളരെ ജാഗ്രതയോടെ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്നത്. കൂടുതൽ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. 3-ന്റെ 1 കൃത്യമായി പറയുകയാണ്, പ്രതികൂലങ്ങളുടെ നടുവിൽ ചിലരൊക്കെ പതറി നിൽക്കുകയാണ്, ആശ കൊണ്ട് മുതലാണ്. ചിലർ പിന്മാറിപ്പോയി, ചിലർ ഇതിനോടകം തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് കൈസന്മാരുടെ പ്രതിമകളെ നമസ്കരിച്ചു. എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് സാക്രിഫൈസ് വേണ്ട എന്ന് ബോധപൂർവ്വം റിജക്ട് ചെയ്തു. ഇതിന് നടുവിൽ പറയുകയാണ്, യേശുവിനെ നോക്കുവീൻ. ഇന്ന് രാത്രി നാടിനോട് ഞങ്ങൾ പറയുന്നു, യേശുവിനെ നോക്ക്. 3-ന്റെ 1 അവൻ ആരാണെന്ന് അറിയാമോ? അപ്പോസ്തലൻ ആൻഡ് ഹൈ പ്രീസ്റ്റ്. പുരോഹിതനും അപ്പോസ്തലനുമാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ പോകുന്നതിനോട് നോക്കുന്നുണ്ട്. ആ നോട്ടത്തെ കുറിച്ചല്ല. പക്ഷി ഗവേഷണം നടത്തുന്നവർ ദൂരദർശനയിലൂടെ കീൻ ഒബ്സർവേഷൻ നടത്തുന്നത് പോലെ, ശ്രദ്ധിച്ചു നോക്കുന്നത് പോലെ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, ഗാന്ധിയിൽ കാണാത്ത, കാർൽ മാർക്സിൽ കാണാത്ത, മാർട്ടിൻ ലൂതർ കിങ്ങിൽ കാണാത്ത, ജോൺ എഫ് കെന്നഡിയിൽ കാണാത്ത, വൈകുണ്ഠ സ്വാമികളിൽ കാണാത്ത ഒരു ശ്രേഷ്ഠത യേശുവിനുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. 7-4 ഇവനത്ര മഹാനെന്ന് നോക്കി. യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല, ശ്രദ്ധിച്ചോണം പാസ്റ്റർമാര്. ഇത് മൽക്കിസദേക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തു അത് ശ്രദ്ധിച്ചോണം. അതിന്റെ താഴെ പറയുന്നുണ്ട്, അവൻ ദൈവപുത്രന് തുല്യനാണ്. അവിടെയാണ് കറക്റ്റ് ആകുന്നത്. സദരം ഇവനത്ര മഹാനെന്ന് നോക്കുവീൻ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, മഹാന്മാരിൽ മഹാനെയാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ.
ഒത്തിരി മഹാന്മാരുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ അവരെല്ലാം ആദരിക്കുന്നു. ഇത് മഹാനായ വൈകുണ്ഠസ്വാമിയുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, വാപ്പടാനന്ദന്റെ, പാമ്പാടി ജോൺ ജോസഫിന്റെ, അങ്ങനെ മഹാന്മാരുടെ, ആറാട്ടുപുഴ നാരായണപ്പണിയുടെ ഒക്കെ നാടാണിത്. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, അവരൊക്കെ മഹാന്മാരാണ്. എന്നാൽ മഹാന്മാരിൽ മഹാൻ യേശുവാണെന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. പിശാച് തകർത്ത് കളഞ്ഞ ഈ ജീവിതത്തെ പുതുക്കി പണിയാൻ ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചത് യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് അവൻ മഹാന്മാരിൽ മഹാനാണ്. ഹല്ലേലൂയ. ഇവനത്ര മഹാൻ നോക്കുകയും 12-2 വിശ്വാസത്തിന്റെ നായകനും അവർ നോക്കാൻ പറയുകയാണ്. 12-2 എഴുതാൻ വേണ്ടി ആ 11-ാം അധ്യായം മുഴുവൻ എഴുതുന്ന ചില സ്കോളേഴ്സ് പറയുന്നു. 11-ാം അധ്യായം മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സകല നേതാക്കന്മാരുടെ പേരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സകല പ്രവാചകന്മാരുടെ പേരുണ്ട്, സകല ന്യായാധിപന്മാരുടെ പേരുണ്ട്, സകല ലീഡേഴ്സിന്റെ പേഴ്സണാലിറ്റി കൾട്ടുകളുടെയും പേരുണ്ട്. ആ നേതാക്കന്മാരെ എല്ലാം അവതരിച്ച് പറയാണ്, അവരെ ഒന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്, ദ ഓഥർ ആൻഡ് ഫിനിഷർ, നോക്കാൻ കൊള്ളാവുന്ന യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ആരാണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു എന്ന പ്രഥമ രാത്രിയിൽ നാടിനോട് യോഗം കൃത്യമായി അവതരിപ്പിക്കുന്നു. 1-4 മോർ എക്സലന്റിനെയും വിശിഷ്ടമായ നാമം. പാടാനും പ്രസംഗിക്കാനും കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ആ യേശു ആരാന്നറിയാവോ? നിങ്ങൾ 13 അധ്യായം നോക്കണം. 1-ാം അധ്യായത്തിൽ അവൻ പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ. കേട്ടോ, പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ. 3-ാം അധ്യായത്തിൽ അവൻ മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4-ാം അധ്യായത്തിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. 5-ാം അധ്യായത്തിൽ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. 6-ാം അധ്യായത്തിൽ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ. 7-ാം അധ്യായത്തിൽ അവന്റെ പൗരോഹിത്യം, മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ പൗരോഹിത്യം. 8-ാം അധ്യായത്തിൽ പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠ പുതിയ ഉടമ്പടി. പഴയ നിയമ ഉടമ്പടി മൃഗത്തിന്റെ രക്തം കൊണ്ടാണെങ്കിൽ പുതിയ നിയമ ഉടമ്പടി സ്വന്തം രക്തം കൊണ്ട് സ്ഥാപിച്ചു. ദ ബ്ലഡ് ഓഫ് ന്യൂ കവനന്റ്. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോഴൊക്കെ സ്തോത്രം പറ. നിങ്ങൾ പുതിയ ജനനം പ്രാപിച്ചതുകൊണ്ടൊരു ഏറ്റവും വലിയ തെളിവ്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവ്, ക്രൈസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ത്രസിക്കും. അങ്ങനെയാ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം പറഞ്ഞിരിക്കണം. ഈ പ്രസംഗിക്കുന്ന ഭാഷമാർക്കറിയാം, ഈ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ആത്മാവുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സ്തോത്രം. അത് കുറ്റമൊന്നും പറയാനില്ല. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവർ, സ്തോത്രം. പഴയ നിയമ ഉടമ്പടിയൊക്കെ ശ്രേഷ്ഠമാണ് പുതിയ ഉടമ്പടി. എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയോ? ഞാൻ വർഷങ്ങൾ ഇത് സെമിനാരി പഠിപ്പിക്കുന്ന ആളാണ്. പൗലോസിന്റെ ദൈവവിശ്വാസം സഭയായിരുന്നു. പക്ഷെ അത് പോരാ. ദരിദ്രം ഞങ്ങൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോരാ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് പറയുന്നു. സ്തോത്രം. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് 2 സെമസ്റ്റർ പഠിപ്പിക്കുന്നതാണ് ഞാൻ 1 മണിക്കൂർ നിങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത്. സ്തോത്രം. 8-ാം അധ്യായത്തിൽ പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനാണ് പുതിയ ഉടമ്പടി. 9-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തൊക്കെ ശ്രേഷ്ഠമാണ്. കേട്ടോ, സമാഗമന കൂടാരം നല്ലത്. പക്ഷെ തിരശീല മഹത്വം മറച്ചു. പക്ഷെ തന്റെ ദേഹമെന്ന തിരശീല കീറി. അവൻ പുതുവഴി തുറന്നുകൊണ്ട് മഹത്വം വെളിപ്പെട്ടു. മറശീല മഹത്വത്തെ മറച്ചു. തേജസ് വെളിപ്പെട്ടില്ല. എന്നാൽ യേശു സമാഗമന കൂടാരത്തൊക്കെ ശ്രേഷ്ഠനാണ്. 10-ാം അധ്യായത്തിൽ പഴയ നിയമ യാഗത്തൊക്കെ ശ്രേഷ്ഠമാണ് യേശുവിന്റെ യാഗം. ആടുകളുടെ രക്തം 6 പോലെ ഒഴുക്കി, കാളുകളുടെ രക്തം കായൽ പോലെ ഒഴുക്കി. ആരുടെയും പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ സ്വന്തം രക്തം കൊണ്ട് യേശു ഒഴുക്കിയ രക്തമാണ് പാപത്തിന് പരിഹാരം. കണമല ദേശത്തോട്, എരിമേലിയോട്, മുക്കുട്ടുതറയോട്, ഈ നാടിനോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ ഏകയാഗമാണ് പാപത്തിന് പരിഹാരം. റോമാലേഖനം 8:1, there is no condemnation. നിന്റെ ശിക്ഷാവധി മാറ്റിയത് because of atonement, പ്രായശ്ചിത്ത മരണമാണ്. നിന്റെ ന്യായവിധി മാറ്റിയത് യേശുവിന്റെ യാഗമാണ്. ഹല്ലേലൂയ. 10-ാം അധ്യായം യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠം യേശുവിന്റെ യാഗമാണ്. atonement. 11-ാം അധ്യായം പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠം.
പേട്രിസ്റ്റിക് തിയോളജി എന്നൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അത് പൂർവികന്മാരുടെ എഴുത്തുകളും വീക്ഷണങ്ങളും ഉള്ള ദൈവശാസ്ത്രം തന്നെയുണ്ട് പേട്രിസ്റ്റിക് തിയോളജി. പിതാക്കന്മാർക്ക് വലിയ വില കൊടുക്കുന്നവരാണ് യഹൂദന്മാർ. സ്തോത്രം. പിതാക്കന്മാരും മോശമാരെന്നല്ല, മോശമാണെന്നല്ല പറയുന്നത്, അവർ ശക്തന്മാർ. ആ ചാപ്റ്ററിനകത്തുണ്ട്, അവർ കരുത്തന്മാരല്ലേ, അവർ ഹീറോസ് തന്നെയാണ്. അവർ കാണിച്ച കരുത്ത് അതിനകത്ത് പറയുന്നുണ്ട്. അവരെല്ലാവരും നല്ലതാണ്, പക്ഷെ അവർ പൂർത്തിയാക്കിയില്ല. അവരാരും പൂർത്തിയാക്കിയില്ല. എന്താ കാരണം? പുതിയ ഉടമ്പടി വരുന്നേ ഉള്ളൂ. പ്രൈസ്തലോ. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് നല്ലതൊന്ന് മുൻകരുതി. അതുകൊണ്ട് ആര് പൂർത്തിയാക്കിയില്ല, അവരെ അല്ല നോക്കേണ്ടത്. 11-ാം അധ്യായത്തിലെ പിതാക്കന്മാരൊക്കെ ശ്രേഷ്ഠൻ യേശു. 12-ാം അധ്യായത്തിൽ ഹാബേലിനൊക്കെ ശ്രേഷ്ഠൻ യേശുവാണ്. ഹാബേൽ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ യേശുവിന്റെ രക്തം പാപം ക്ഷമിച്ചു കണ്ടോ. അതുകൊണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹീത രക്തം. അവിടെ രണ്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് സീനായും മറ്റൊന്ന് സിയോനും. സീനായി എന്ന് പറഞ്ഞാൽ പേടി വരും, തീ കത്തുന്നതുമായ മരണഭയമാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, കൂരിട്ട വാക്കുകളുടെ ശബ്ദം, കാഹളനാദം, ആരും ഇങ്ങോട്ട് അടുക്കരുത്, മരണഭയം. എന്ന സിയോൻ അല്ല, അതല്ല. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മരണഭയമുള്ള സീനായുടെ അടിവാരത്തിലേക്കല്ല, പിന്നെയോ ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യായ രക്തത്തിന്റെ അടുക്കൽ, ദൂതന്മാരുടെ സർവ്വസംഘത്തിന്റെ സ്വർഗത്തിൽ പേരി ആദിയാതന്മാരുടെ സഭയുടെ അടുക്കലേക്ക്, സിയോന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. തീ ഇറങ്ങുന്ന സീനാടി അടിവാരത്തിലേക്കല്ല. 2-ാം അധ്യായത്തിൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതി അടിമകളായിരുന്നവരെ വിടുവിച്ചുവല്ലോ. അതുകൊണ്ട് മരണഭയം മാറി കേട്ടോ. മരണഭയം സീനായി അടിവാരത്തിക്കില്ല. ആ ദൈവശാസ്ത്രം അറിയാത്ത പാട്ടെഴുത്തുകാരനാണ് പിന്നെയും സീനായിലെ കാര്യം പാടുന്നത്. അറിയൊരു പാട്ടുണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് അതിന്റെ തൊട്ട് മോളി പറഞ്ഞിരിക്കുന്ന സീനായിയുടെ മരണഭയം കൗണ്ടർ ചെയ്യാണ്. അതറിയത്തില്ല. അതുകൊണ്ട് പ്രസംഗകനും അധ്യാപനം മാത്രമല്ല, പാട്ടെഴുത്തുകാരനും തിയോളജി അറിയണം. അറിയില്ലെങ്കിൽ എഴുതി കഴിഞ്ഞൊരു തിയോളജിനെ കാണിച്ചാലും മതി. സ്വതന്ത്രം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. കാരണം പ്രസംഗത്തെക്കാൾ കൂടുതൽ ആളുകളിൽ സ്വാധീനിക്കുന്ന പാട്ടാണ്. അതുകൊണ്ട് പാട്ടും ഒരു കൗണ്ടർ തിയോളജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും രൂപപ്പെടുന്ന സമാന്തര ദൈവശാസ്ത്രം അപകടമാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവശാസ്ത്രം സൂക്ഷിക്കണം. സാന്ദർഭ്യമേ ഉറപ്പിച്ചു മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് യേശുവിന്റെ രക്തം ഹാബേലിന്റെ കസട്ടമാണ്. 12-ാം അധ്യായം 13-ാം അധ്യായം 8-ാം വാക്യം എന്താണെന്നറിയാം? 13-ാം അധ്യായത്തിലെ യേശുവാരാ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. എത്രയുള്ള അഭിപ്രായം കണ്ടോ? ഇത് രണ്ട് സമസ്യ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. 102-ാം സങ്കീർത്തനത്തിൽ യഹോവേ നീ അനന്യനാകുന്നു. മലാക്കി പറയും യഹോവയായ ഞാൻ മാറാത്തവൻ. യാക്കോബിന്റെ ലേഖനമാണ് നല്ലത്. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ, ഇമ്മ്യൂട്ടബിൾ ഗോഡ്, അൺചേഞ്ചിങ് ഗോഡ്. ഇന്നലെ ഇന്നും എന്നേക്കും. ഇന്നലെ അവൻ ആരാണ്? ഇന്നലെ കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവമായിരുന്നു. ഇന്നവൻ ആരാണ്? മധ്യസ്ഥ അടയ്ക്കുന്ന പുരോഹിതനാണ്. നാളെ അവൻ ആരാണ്? അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. മടങ്ങി വരുന്ന മഹാദൈവമാണ്. കാരമുദ്ര സ്വതന്ത്രം ചെയ്താട്ട് നമ്മുടെ യേശു മടങ്ങി വരാൻ പോകുകയാണ്. അതിനു മുമ്പ് കനകസിംഹാസന കടലെടുക്കും, തിരമാലകൾ നിലച്ചു പോകും, താരകങ്ങൾ ഭൂമിയിലേക്ക് കുതിർന്നു വീഴും, കല്ലറകൾ ഭേദിക്കും. ഹേ മരണവേദന ജൈവവിടെ, ഹേ മരണവേദന വിഷമുള്ളവിടെന്ന് പറഞ്ഞ് ഉഷസിന്റെ ഉയരത്തിൽ യുവാക്കളായ മഞ്ഞു പുറത്ത് ഒരു ദിവസമുണ്ട്. എന്റെ സഭകൾ എഴുന്നേൽക്കും, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും. ആത്മസമയ കലകളിൽ അടുത്തിടത്താണ് സ്വതന്ത്രം ചെയ്താണ്ട് എല്ലാവരും ആത്മസംഘടന ആരോപിച്ചാണ്ട് യേശു മടങ്ങി വരാൻ സമയമായി. ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുന്ന ദിവസം കൊണ്ട് അന്ന് ക്ഷീണം മാറും പ്രിയമുള്ളവരെ, അന്ന് നിരാശ മാറും, അന്ന് ഭാരം മാറും. ഈ ശരീരമല്ല, മഹത്വകരമായ ഒരു ശരീരം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. 13-ാം അധ്യായത്തിലേക്ക് ക്രിസ്തു സ്തോത്രം. ആ യേശുവാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തുവിന്റെ 7 പദവികൾ 1-ാം അധ്യായത്തിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എഴുത്തും പേനയൊന്നും ഇല്ലല്ലോ സ്തോത്രം. നമ്മുടെ സർവജ്ഞാന ഓശമാണ് ദിവസമായത്. പക്ഷെ മൽക്കീസേദെക്ക് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയത്തില്ല. സ്തോത്രം.
പ്രിയമുള്ളവരെ, സഹോദരം, 1-ാം അധ്യായത്തിലെ 7 പദവി നോക്കിയേ. 2-3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 7 പദവികൾ. ഒന്നാരാ? അവൻ സകലത്തിലും അവകാശി. അവന്റെ പുത്രത്വമാണ്, അവന്റെ അധികാരവും ഭരണമാണ് വിഷയം. സകലത്തിലും അവകാശി, സകലത്തിലും അവകാശി പുത്രത്വമാണ്. ആ യേശു സ്വാഭാവികമായ ജനനം ക്രിസ്തുവിന്റെയാണ്, സ്വാഭാവികമായ പുത്ര ക്രിസ്തുവാണ്. പുതുജനനത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ പുത്രത്വം അംഗീകരിച്ചുകൊണ്ട് ദൈവം ദത്തെടുക്കപ്പെട്ടവരെ പുത്രന് കൊടുത്ത സകല അവകാശങ്ങൾ ദൈവങ്ങൾ നൽകുകയാണ്. അതിനെയാണ് കൂട്ടവകാശം എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അവൻ സകലത്തിനും അവകാശി. 2, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. സൃഷ്ടിച്ചതെന്താ? വചനമാകട്ടോ. ഈ പ്രസംഗം ഇവിടെ ചുമ്മാ വന്നതല്ല. ഇവിടെ നല്ല പന്തലുണ്ട്. ഒരു കാറ്റടിച്ച ഇവിടെ ഒരു ശൂന്യതയിൽ നിന്ന് ഒരു പന്തൽ വന്ന് ഇവിടെ നിന്നല്ല കേട്ടോ. കുഞ്ഞുങ്ങൾ കേട്ടോണം. നിരീശ്വരവാദത്തിന്റെ പിന്നാലെ, സി രവിചന്ദ്രന്റെ ചവറിന്റെ പിന്നാലെ പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ, റാഡിക്കൽ ഹ്യൂമനിസത്തിന് പിന്നാലെ, നിരീശ്വരവാദത്തിന് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ, നാസ്തിക ലോകത്തോട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംവാദമുണ്ട്. ഔട്ട് ഓഫ് ശൂന്യതയിൽ മുട്ടുസൂചി ഉണ്ടാക്കാൻ, ശൂന്യതയിൽ തീപ്പൊട്ടിക്കും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. മൊട്ടത്തോടിനകത്ത് കൊഴുത്തതിനാവകം 28 ദിവസം കൊണ്ട് മഞ്ച വെച്ച്, മാംസം വെച്ച്, ചിറക് വെച്ച്, ചെറിയ മസ്തിഷ്കം വെച്ച്, ഞരമ്പ് വെച്ച്, അസ്ഥികൾ വെച്ച് കോഴിക്കുഞ്ഞാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ശൂന്യതയിൽ മുട്ടുസൂചി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇത് ചുമ്മാ ഉണ്ടായി വന്നതല്ല. ഇതിലേക്ക് ഉണ്ടാക്കിയ ഒരു വചനമുണ്ട്. ആ പരമജ്ഞാനത്തെ ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു. ഇത് ചുമ്മാ ഉണ്ടായി വന്നതാ. ഇതൊരു ഡിസൈനർ ഉണ്ട്. ഡിസൈനിങ് അത് തിയറി തന്നെയുണ്ട്. ടെലലോജിക്കൽ ആർഗ്യുമെന്റ്. പ്രിയമുള്ളവർ, ഇതിന് പിന്നെ ഒരു ഡിസൈനർ ഉണ്ട്. ഈ മൈക്രോഫോൺ ഇത് വായുവിന് ചുമ്മാതെ പറഞ്ഞതാ. ഇതിന് പിന്നെ ഒരു ഡിസൈനർ ഉണ്ട്. ചെറുപ്പക്കാരോട് പറയുന്നത് കേട്ടോ. അങ്ങനെ നഗ്നവാനല്ല, ജൈവരാസമണ്ഡമല്ല, ചാർസ്മയ പറഞ്ഞാൽ 40 വയസ്സല്ല വില കേട്ടോ. നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ കാണുന്നതിലെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ ഉച്ചാരണത്തെ ദൈവമാണ് വിളിച്ചു വരുത്തിയത്. 2, അവൻ മുഖാന്തരം സകലത്തെ ഉണ്ടാക്കി. 3, തേജസ്സിന്റെ പ്രഭ. പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞങ്ങൾ നിന്റെ തേജസ് പിതാവിന്റെ തേജസ്സായിട്ട് കണ്ടത്. ഖാബോൻ, ഗ്ലോറിയ, ഖാബോൻ, ഷെഖേന, തേജസ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീ പ്രകാശം പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. യോബിൽ പറയുന്നുണ്ട്, സ്വർണ്ണ ശോഭ. സോദരൻ, ആ തേജസ്സിന്റെ പ്രഭയാണ് ക്രിസ്തു. 4 തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമില്ല കേട്ടോ. പിതാവിന്റെ സാരാംശം എന്താണോ അതാ പുത്രന്റെ സാരാംശം. ഏകോപസാക്ഷിക്കാരന് സംശയം കാണും, റസലിന് കാണും, ജോൺ തോമസിന് കാണും, ക്രിസ്ത്യാനിക്കാരന് കാണും. പക്ഷെ കടമല കൺവെൻഷന് സംശയമില്ല. ഞങ്ങൾക്ക് സംശയമില്ല. ഹോമോസിയോൺ, പിതാവിന്റെ സാരാംശം എന്താണോ അതാണ് പുത്രന്റെ സാരാംശം. കോ ഈക്വൽ, കോ എറ്റേണൽ ആൻഡ് കോ എക്സിസ്റ്റൻസ്. ഇന്ന് രാത്രി പറയുന്നു, തത്വത്തിന്റെ മുദ്രയാണ്, സത്തയുടെ പ്രതിമ. അങ്ങനെ ട്രാൻസ്ലേഷൻ ഉണ്ട്. POC ബൈബിൾ, ഓശാന ബൈബിളൊക്കെ എങ്ങനെയാ? സത്തയുടെ പ്രതിമ, സത്തയുടെ മുദ്ര എന്ന് പറഞ്ഞ സാരാംശം, എസൻസ് ഒന്നാണ്. സ്വന്തം 5 സകലത്തെയും തന്റെ ശക്തിയുടെ കരത്താൽ വഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചതും വചനമാണ്, സൃഷ്ടിച്ചതിനെ സംരക്ഷിച്ചതും വചനമാണ്. കണ്ടോ? ഇതിനെ നിലനിർത്തുന്നതും ഇതിനെ സംരക്ഷിച്ച് അതിന്റെ നിരയിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും വചനമാണ്. ഇതിന്റെ കൺട്രോൾ തെറ്റിയതിന്റെ കാരണം വചനം തെറ്റിയതുകൊണ്ടാണ്. മനസ്സിലായോ? പ്രപഞ്ചത്തിന്റെ നിയമസാഗരവും തെറ്റിയതിന്റെ കാരണം മനുഷ്യരാശി, രാഷ്ട്രം, ഭരണകൂടം, ജനസമുദായം ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചത് കൊണ്ടാണ്. രാവിലെ കയ്യിലെത്തുന്ന വർത്തമാന പത്രങ്ങൾക്ക് മനുഷ്യച്ചോരയുടെ മണമാണുള്ളത്. ഇവിടെ മനസാക്ഷി വിറങ്ങലിക്കുന്നു. ഇവിടെ മനുഷ്യർ പിശാചുക്കളായി മാറുന്നു. പ്രിയമുള്ളവരെ, എന്തൊക്കെ വാർത്തയാണ് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ കണ്ട വാർത്തയാ. സ്കൂൾ ബസ്സിൽ കത്തിക്കുത്ത്. ഒരു കൊച്ചു പയ്യൻ മറ്റോ കുത്തുക, കത്തിയുണ്ട്. പിള്ളേർ സ്കൂളിൽ വിടാൻ നമുക്ക് പേടിക്കുക. ചെന്താമര, പുള്ളികളുടെ പേരതല്ല, ഞാൻ പറയുന്നില്ല. അവൻ ആളുകളെ കൊല്ലുക. ഇന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചാൽ പറഞ്ഞു ഇനിയും കൊല്ലുക.
അവന് നമ്മുടെ ചിലവിൽ ചിക്കനും ചോറും കഴിക്കുക. സ്വതന്ത്രം. എന്താണ് ഈ നാട് നടക്കുന്നത്? ഈ നാടിനോട് പറയുന്നു, പ്രിയമുള്ളവരെ, ഈ പാപം കുമിഞ്ഞുകൂടുകയാണ്. ലഹരി, ഇതിന് പിന്നിലെ ലഹരിയാണ്. 25 വയസ്സുകാരൻ ഒരു അമ്മയെ വെട്ടിക്കൊന്നിട്ട് പറയുകയാണ്, എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷയാണെന്ന്. നാട്ടിൽ പാപം വർദ്ധിക്കുന്നു, മാഫിയ സംഘം വിഹരിക്കുന്നു, മദ്യപാന ലഹരിയാണ്. ഈ ക്രിസ്മസിന് 152 കോടിയുടെ മദ്യം കുടിച്ചത്. ഞാൻ വിടുന്നുണ്ട്, ഒന്നുകൂടെ വെബ്സൈറ്റ് നോക്കി, സർക്കാരിന്റെ 152 കോടിയുടെ മദ്യം ക്രിസ്മസിന് മാത്രം കുടിച്ചു. പുതുവത്സരത്തിലെ 180 കോടി രൂപയുടെ മദ്യം, മൊത്തം 335 കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈ വർഷം കുടിച്ചു തീർത്തത്. ക്രിസ്മസിന് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിറ്റ എവിടാന്ന് അറിയാവോ? പറ. റാന്നി ബബ്ഗോയ് 39 ലക്ഷം. രണ്ടാമത്തത് അടൂര് 3, കണ്ണങ്കര എന്ന സ്ഥലമുണ്ട് പത്തനംതിട്ട. മൂന്നാമത്തെ അവര്. ഡേറ്റ വെച്ച് ഞാൻ പ്രസംഗിക്കും. സ്വതന്ത്രം. വളരെ വ്യക്തമായി പറയട്ടെ, ഇതാണ് ഈ നാട്. നാടിനോട് പറയുന്നു, ലഹരിയോട് വിട പറയണം, പാപത്തോട് വിട പറയണം. ദൈവത്തിങ്കലേക്ക് നാട് മടങ്ങി വരട്ടെ. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാതെ ഈ നാടിന് ശുഭത ഉണ്ടാകത്തില്ല. നാടിന് സമാധാനം വേണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരണം. അത്രയ്ക്ക് തിന്മകൾ പത്തി വിടർത്തിയാടുന്ന വിഷപ്പാമ്പുകൾ നിറഞ്ഞ ചിന്തക്കാവുകളായി മനുഷ്യഹൃദയങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ആരെയും കൊല്ലാനൊരു മടിയില്ല. പച്ചവിറക് വെട്ടിക്കീറുന്ന പോലെയാണ് മനുഷ്യനെ കൊന്നുകളയുന്നത്. അവൻ സകലത്തെ നിയന്ത്രിക്കുന്ന വചനത്തിലേക്ക് മടങ്ങിയവ, സകലത്തെ തന്നെ ശക്തിയുള്ളവർ വഹിക്കുന്നവൻ, 6 പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ. നിങ്ങളുടെ ദൈവശാസ്ത്രം പറയാം, സൃഷ്ടിച്ചത് വചനമാണ് കേട്ടോ. ഈ സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുന്നതും വചനമാണ്. ഇത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയായവനെ വീണ്ടെടുക്കാൻ ഇറങ്ങി വന്നതും വചനമാണ്. കണ്ടോ? സൃഷ്ടിപ്പ് നടത്തിയ വചനം തന്നെയാണ് വീണ്ടെടുപ്പും നടത്തിയത്. സ്വതന്ത്രം. സൃഷ്ടിപ്പ് നടത്തിയ വചനം തന്നെയാണ് വീണ്ടെടുപ്പും നടത്തിയത്. ആ വചനത്തിന്റെ ശരീരധാരണമാണ് യേശുക്രിസ്തുവിന്റെ ജനവതാരം, യേശുക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ, യേശുക്രിസ്തുവിന്റെ കന്യകാജനനം. വചനം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇന്ന് രാത്രി നിങ്ങൾക്ക് സൗഖ്യം വേണേ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ പാപം പരിഹരിക്കാൻ അത് പറ്റില്ല. അപ്പം റിഡംഷന്റെ അർത്ഥം പിടികിട്ടിയോ? വീണ്ടെടുപ്പിന്റെ അർത്ഥം പിടികിട്ടിയോ? ഇന്ന് രാത്രി നിങ്ങളുടെ ക്യാൻസർ മാറാൻ സ്വർഗത്തിന് സിംഹാസനത്തിൽ ഇരുന്ന ഒരു കൽപ്പന മതി. പക്ഷെ പാപം പരിഹരിക്കാൻ ഇവിടെ വന്ന് മരിക്കണമായിരുന്നു. അവിടുന്ന് ക്ഷമിച്ചാൽ പറ്റില്ല. പാപത്തിന് പരിഹാരം വരുത്തി, പ്രായശ്ചിത്തം വരുത്തി, പകരം മരിച്ചു. അതുകൊണ്ട് പാപത്തിന് പരിഹാരം ഇന്ന് രാത്രി നാടിനോട് പ്രഥമരാത്രി പറയുന്നു. കർമ്മകാണ്ഡങ്ങൾക്കും അനുഷ്ഠാന കലകൾക്കും തപത്തിനും ജപത്തിനും മന്ത്രങ്ങൾക്കും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തം പാപത്തിന് പരിഹാരം വരുത്തുന്നു. 7ാമത് മഹിമയുടെ വലതുഭാഗത്ത് പോയിരുന്നു. സ്വതന്ത്രം. ഇരിപ്പ് കാണിക്കുന്നത് ജയത്തെ, അധികാരത്തെ, വിശ്രമത്തെ, പക്ഷപാതത്തെയൊക്കെയാണ്. അവസാനം 7ാമത്തെ പദവിയാണ് മഹിമയുടെ വലതുഭാഗത്ത് പോയിരുന്നു. 1-ന്റെ 2-3 ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 204 പറയുന്നുണ്ട്. 1-ന്റെ 3-ൽ, 8-ന്റെ 1-ൽ, 10-ന്റെ 12-ൽ, 12-ന്റെ 2-ൽ, 1-ന്റെ 3-ൽ ജയാളിയായിട്ടിരുന്നു. നല്ലൊരു സ്വതന്ത്രം പറഞ്ഞു. തോറ്റുപോയ ആളിന്റെ അടുക്കലല്ല ഇന്ന് രാത്രി ഇരിക്കുന്നത്. 110 സങ്കീർത്തനമാകുന്റെ കൊട്ടേഷൻ, അതിന്റെ ഉദ്ധരണി. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതയുടെ വാക്കുവോളം നീ എന്റെ വലതുഭാഗം തിരിഞ്ഞ. ഇന്ന് രാത്രി തോറ്റയാണല്ലോ വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം തെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി ജയിച്ചവരായിട്ടിരിക്കുകയാണ്. ശത്രുവിനെ പാതപീഠമാക്കിയിട്ട് വന്നിരിക്കുക. യേശു ജയിച്ചവനാണെന്നുള്ളൊരു തിയോളജിക്കൽ കൺവിക്ഷൻ വേണം. യേശു ജയിച്ചവരാണ്. സ്വതന്ത്രം. നമ്മുടെ ഇരിപ്പ് കണ്ട ഇന്നത്തെ കളി തോറ്റ പോലിരിക്കും. ഒരു സമനിലയിൽ പിരിഞ്ഞ ഭാവത്തിലെങ്കിലിരിക്കും. സ്വതന്ത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, സ്വതന്ത്രം. യേശു ജയിച്ചവരാണ്. തിയോളജി ഓഫ് അറ്റോൺമെന്റ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. പ്രായത്തിലൂടെ ദൈവശാസ്ത്രം ഉള്ളിൽ കയറിയാൽ നമ്മൾ ഇവിടെ നിൽക്കത്തില്ല.
സ്തോത്രം. കൊലോസ്യർ 2:14 വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധ 3 കാര്യം നടന്നു. ഒന്ന്, സർവായുധവർഗം വെപ്പിച്ചു, ഡിസ്ആംഡ്, നിരായുധരാക്കി അവരെ. 2, പരസ്യകോലമാക്കി. 3, ജയോത്സവം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. വാഴ്ചകളെ അധികാരി സകല മണ്ഡലം, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൃശ്യവും അദൃശ്യമായ സകല മണ്ഡലം, വാഴ്ചകൾ എല്ലാം, ദൃശ്യമണ്ഡലം, പൈശാചിക മണ്ഡലം, അസ്ട്രോളജിയും എല്ലാം ഇതിനകത്തുണ്ട്. അസ്ട്രോളജിയും നക്ഷത്രശാസ്ത്രവും രാഗവും ജ്യോതിഷവും എല്ലാം ഇതിനകത്തുണ്ട്. എല്ലാം ബ്ലാക്ക് മാജിക്കും ഒക്കൾട്ടും ഇതിനകത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലെ പൈശാചിക സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി. വാഴ്ചകൾ അതിനകത്ത് ലിബർട്ടി ഓളൻസിന്റെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ട്. അന്ന് സഭയ്ക്കെതിരെ പോരാടി ഏറ്റവും വലിയ പോരാട്ടം ഭരണകൂടമാണ്, അതോറിറ്റീസ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഭരണകൂടത്തെ കൂടെ തോൽപ്പിച്ചു. ഇവനെ ഉയർക്കുന്നത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കഥ പിടിച്ചു വെച്ചില്ലേ, കനത്ത കാവൽ വെച്ചില്ലേ. എന്നാൽ യേശുവിന്റെ ഉയർപ്പ് ഭരണകൂടത്തെ കള്ളക്കേസ് ഉണ്ടാക്കി. കേട്ടോ, കള്ളക്കേസാണ്, കള്ളസാക്ഷികളാണ്, കുറ്റം ചെയ്യാത്തവരെ ഓപ്പൺ കോടതി 2 പ്രാവശ്യം ജഡ്ജി പറഞ്ഞു കുറ്റമില്ല, ചാർജില്ലാത്ത പ്രതിയാണ്. പക്ഷെ കള്ളക്കേസ് ഉണ്ടാക്കി ആൾക്കൂട്ടം യേശുവിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. അപവാദം പറഞ്ഞു വരുത്തി. പിതൃത്വം ചോദ്യം ചെയ്തു, മതപദവി ക്വസ്റ്റ്യൻ ചെയ്തു, രക്തവിശുദ്ധി ചോദ്യം ചെയ്തു, ശുശ്രൂഷ അധികാരം ക്വസ്റ്റ്യൻ ചെയ്തു, അവരുടെ പിതൃത്വം പ്രശ്നവൽക്കരിച്ചു. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ എത്രത്തോളം അപമാനിക്കാമോ, ശുശ്രൂഷ വിവാദമാക്കാമോ, അതെല്ലാം ചെയ്തു. ഞങ്ങളുടെ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞ് അവന്റെ പിതൃത്വത്തെ, രക്തവിശുദ്ധിയെ അവർ സംശയത്തെ നീട്ടി നിർത്തി. ഇതെല്ലാം ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി സഭയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കള്ളക്കഥകളെല്ലാം ഞായറാഴ്ച രാവിലെ പൊളിയും. ഞായറാഴ്ച രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഉയർപ്പോടെ കള്ളക്കഥ പൊളിഞ്ഞെങ്കിൽ നിനക്കെതിരെയുള്ള അപമാനങ്ങൾ, നിനക്കെതിരെയുള്ള കള്ളക്കഥകൾ നിന്റെ ഉയർപ്പോടെ പൊളിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉയർപ്പ് വെള്ളിയാഴ്ച മാത്രം കേട്ടോ. വ്യാഴാഴ്ചത്തെ വേദനയ്ക്കും, ഗത്സമനയിലെ വേദനയ്ക്കും, യമതയിലെ ചാട്ടവാറടിക്കും, ഗോൽഗോത്തയിലെ ആണിയടിക്കും. ഇതിനെല്ലാം ഞായറാഴ്ച വരെയുള്ളൂ. ഞായറാഴ്ച രാവിലെ ഒരു ഉദയമുണ്ടെങ്കിൽ അത് നിന്റെ ഉയർപ്പിന്റേതാണ്, അത് നിന്റെ മുന്നേറ്റത്തിന്റേതാണ്, അത് നിന്റെ ഉയർപ്പിന്റെ ദിവസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 1:3 ജയാളിയായിട്ടിരിക്കുക, 8:1 പുരോഹിതനായിട്ടിരിക്കുക, സ്വർഗീയ പുരോഹിതൻ, പക്ഷപാതം ചെയ്തോണ്ടിരിക്കുക. കേട്ടോ, ഞങ്ങൾ ഈ നാടിനോട് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയെ ദുർബലപ്പെടുത്തുന്ന ഒരു മധ്യസ്ഥതയില്ല. തീമോഥെയോസ് ലേഖനത്തിൽ സെന്റ് പോൾ ശരിക്കും പറയുന്നുണ്ട്, സ്വർഗത്തിലും മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒറ്റ മധ്യസ്ഥതയേ ഉള്ളൂ. പുരോഹിതൻ നിത്യ പൗരോഹിത്യം പ്രാപിച്ചുകൊണ്ട് യേശു പുരോഹിതനായി ഇരിക്കുകയാണ്, മധ്യസ്ഥനായിരിക്കുകയാണ്. ഏക മധ്യസ്ഥത. ഡോക്ടർ അഗസ്റ്റിൻ പ്ലാമ്പാരിയായിട്ട് ഞാൻ നടത്തിയ സംവാദം യൂട്യൂബിലൂടെ കാണുക. മരിയൻ ഡോക്മ, മരിയോളജൻ, മരിയൻ ഡിവോഷൻ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മധ്യസ്ഥൻ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വേറൊരു മധ്യസ്ഥനുമില്ല. 8:1 ഇരിക്കുന്നത് പുരോഹിതനായിട്ടിരിക്കുക. ഇനി ആരും ഇരിക്കണ്ട. 10:12 യാഗം അർപ്പിച്ചിട്ട് പോയിരിക്കുക. ദൈവത്തെ ഓർത്ത് ഞങ്ങൾ നാടിനോട് അഭ്യർത്ഥിക്കുന്ന, ആരും കാല് കടക്കണ്ട, നിന്ന് കാല് കടക്കണ്ട. യാഗം കഴിഞ്ഞു. ഇനി ആരും ബലിയർപ്പിക്കണ്ട. പെർപെച്വൽ സാക്രിഫൈസ്. ഇനി ആരും ബലിയർപ്പിക്കണ്ട. ഇനി ആരും പീഠത്തിന്റെ ക്രിസ്തുവിനെ അർപ്പിക്കണ്ട. ഇനി യാഗം അർപ്പിക്കുന്നവർ യേശുവിന്റെ ഏകയാഗത്തെ നിഷേധിക്കുകയോ, ഇനി ബലിയർപ്പിക്കുന്നവർ യേശുവിനെ വീണ്ടും ക്രൂശിക്കുക. യാഗം കഴിഞ്ഞു. യാഗം കഴിഞ്ഞിട്ട് യേശു പോയി ഇരുന്നു. മറ്റേത് എന്നും പാവം, എന്നും യാഗം. അങ്ങനെയാണ്. എന്നും യാഗം, എന്നും യാഗമുണ്ടെന്ന്, യാഗം ഉള്ളതിന് പിടികിട്ടിയോ, ആദ്യത്തെ യാഗം പൂർത്തിയായില്ല. മനസ്സിലായോ? ആദ്യത്തെ യാഗം, ഇന്നത്തെ യാഗം പെർഫെക്റ്റ് ആണെങ്കിൽ നാളത്തെ യാഗത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇന്നത്തെ യാഗം മനസാക്ഷിയിൽ സമാധാനം വരുത്തിയില്ല, പൂർണ്ണത വരുത്തിയില്ല. എന്നാൽ എന്നും യാഗമില്ല, വൺസ് ഫോർ ഓൾ, ഒരിക്കലായി യാഗമർപ്പിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചെങ്കിൽ യാഗം ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ബലി വേണ്ട. എന്നിട്ട് യേശു പോയിരിക്കുക. അതുകൊണ്ട് ഇനി ആരും പുരോഹിതന്മാർ നിൽക്കണ്ട.
12:2 മാതൃകയായിട്ടിരിക്കുക. മാതൃകയാക്കാൻ കൊള്ളാവുന്നയാൾ ആരാന്നറിയാമോ? നമ്മുടെ യേശു മാത്രം. പീലാത്തോസിന്റെ ഹേരോദ്, ചെറുപ്പക്കാർ കേട്ടോണം, ഏത് കവലയിലും പച്ചയ്ക്ക് പ്രസംഗിക്കാനുള്ള ഒരു ആളത്വത്തിന്റെ പേരാണ് പറയുന്നത്. പീലാത്തോസിന്റെ ഹേരോദാവിന്റെ സിവിൽ കോടതിയിൽ, കന്യാഭാവന്റെ കയ്യഭാവന്റെ മതകോടതിയിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു പെറ്റി കേസില്ലാത്ത ആളിനെയാ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് കേട്ടോ. ഒറ്റിക്കൊടുത്തവൻ പറഞ്ഞു വിശുദ്ധനാൻ, തള്ളിപ്പറഞ്ഞവൻ പറഞ്ഞു വിശുദ്ധനാൻ. ജഡ്ജി 2 പ്രാവശ്യം ഓപ്പൺ കോടതിയിൽ പറഞ്ഞു ചാർജ് ഇല്ലാത്ത പ്രതിയാണ്, നിരപരാധിയാണ്. ജഡ്ജിയുടെ ഭാര്യ സീൽ ചെയ്ത കത്ത് കവറിനകത്ത് കൊടുത്തുവിട്ടു. ഇവൻ നീതിമാനാണ്. കൂടെ കിടന്ന് കള്ളം പറഞ്ഞു വിശുദ്ധനാണ്. വാരിക്കൊണ്ടുകൊണ്ട് കാവിലെ കാവൽക്കൂട്ടം പറഞ്ഞു, സദാജീവൻ പറഞ്ഞു ഇവൻ വിശുദ്ധനാണ്. ഇന്ന് രാത്രി മാതൃകയാക്കാൻ കൊള്ളാവുന്ന വിശുദ്ധൻ. ഞങ്ങളുടെ ചർച്ചകളിലും യോഗങ്ങളിലും സംവാദങ്ങളിലും ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഞങ്ങളുടെ യേശുവിനെതിരെ പറയാൻ എന്തെങ്കിലും ആരോപണം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഉടനെ അവൻ പറയും ദാവീദിന്റെ പാപം. സംവാദം ചെയ്യുന്ന പരിപാടിയാണ്. ശലോമോന്റെ കല്യാണം. നമ്മൾ ഇംഗ്ലീഷിൽ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയും. ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറഞ്ഞാൽ വിഷയത്തിലേക്ക് വരാതെ പടപ്പിലടിക്കും. അറിയാമല്ലോ, നമുക്ക് നല്ല ഭാഷ. ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറഞ്ഞാൽ വസ്തുതയിലേക്ക് വരാതെ പടപ്പിലടിക്കുന്നതിനാണ് ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സംവാദങ്ങളിൽ വിഷയത്തിലേക്ക് വരത്തില്ല. ദാവീദ് പാപം ചെയ്തു, ശലോമോൻ കല്യാണം കഴിച്ചു. ഞങ്ങൾ പറയും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ദാവീദ് ശലോമോനൊന്നും ഞങ്ങളുടെ പ്രവാചകനല്ല. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിനെതിരെ ഒരെണ്ണം പറ, ഒരപവാദം പറ. ഞങ്ങൾ ടൺ കണക്കിന് ഇപ്പോൾ ഇറങ്ങിവിടും അങ്ങോട്ട്. സ്തോത്രം. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം കൃത്യമായി പറയുന്നു, യേശു മാത്രം മാതൃകയാക്കാൻ കൊള്ളാവുന്നവൻ. അനുകമ്പാദശകത്തിനകത്ത് അനുകമ്പാദശകത്തിനകത്ത് ശ്രീനാരായണ ഗുരു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന പരമേശ പവിത്ര പുത്രൻ. കേട്ടില്ലേ? എബ്രാഹിം അറിയത്തില്ല, പിന്നെ അനുകമ്പാദശകം ശ്രീനാരായണ ഗുരുവിന്റെ കവിതയാണ്. കേട്ടില്ലേ? ദൈവദശകം, അനുകമ്പാദശകം, ആത്മദശതകം. അതിൽ അനുകമ്പാദശനം അത് പറയുന്ന പരമേശ പവിത്ര പുത്രൻ യേശുവിനെ കുറിച്ചാണ്. സ്തോത്രം. അതൊരു വിവരമുള്ളവർക്കല്ല അറിയാം യേശു ആരാകുന്നു. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ പുസ്തകത്തിനകത്ത് ഒരു ചാപ്റ്ററിന് ഈശോമിശിഹായെ കുറിച്ചാണ്. സ്തോത്രം. അത്യാവശ്യം അറിവുള്ളവർക്കെല്ലാം അറിയാം യേശു ആരാണ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അറിയാം യേശു ആരാണ്. ഹല്ലേലൂയ. അവൻ മാതൃകയാക്കാൻ കൊള്ളാവുന്നവനാണ്. ആ യേശുവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ തയ്യാറാകണം. ആ യേശു എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്? അതാണ് നമ്മൾ വായിച്ചത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. എന്തിനാ പാളയത്തിന് പുറത്ത്? ഔട്ട് ഓഫ് ക്യാമ്പ്. പാളയത്തിന് പുറത്ത് ആരാന്നറിയാം? അത് രസം. പാളയത്തിന് പുറത്താണ് അശുദ്ധ ശരീരം, മാലിന്യം, വേസ്റ്റ് കൊണ്ടിടുന്നത്, യാഗത്തിൻ്റെ അവശിഷ്ടം കൊണ്ട് തള്ളുന്ന സ്ഥലം, തീയിട്ട് കത്തിച്ച് കളയുന്ന സ്ഥലം, ചുട്ട് കളയുന്ന സ്ഥലം, വെണ്ണീർ പുറത്ത് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം, പുറത്ത് അറുക്കുന്ന സ്ഥലം, രോഗിയെ തനിച്ച് പാർപ്പിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സ്ഥലം, ബ്ലാസ്ഫമി, ദൈവദൂഷകനെ കല്ലെറിഞ്ഞ സ്ഥലം, ശബത്ത് ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സ്ഥലം, അശുദ്ധനെ പുറത്താക്കുന്ന സ്ഥലം. ഇതൊക്കെയാ പാളയത്തിന് പുറത്ത്. നല്ല സ്തോത്രം പറയാവോ? സ്തോത്രം പറ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഉണരുമെങ്കിലും ചെയ്യും. സ്തോത്രം. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ആ യാഗം നടന്നത് അൾത്താരയിലല്ല, യാഗം നടന്നത് പള്ളിയിലല്ല, വീണ്ടെടുപ്പും നടന്നത് പാളയത്തിന് പുറത്താണ്. നഗരവാതിക്കൽ വെച്ചാണ് അവർ കഷ്ടമനുഭവിച്ചത്. ഔട്ട് ഓഫ് ക്യാമ്പ്, പാളയത്തിന് പുറത്താണ് യേശു വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. എന്താ ഇതിന് കാരണം? വ്യവസ്ഥാപിത ഭൂപടത്തിന് പുറത്ത് ജീവിച്ച ആളുകളെ വീണ്ടെടുത്ത് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വീണ്ടെടുപ്പ് നടന്നത് പുറംപോക്കില. അവിടെ അശുദ്ധൻ, അവിടെ വേസ്റ്റ് ഇടുന്നത്, അവിടെ കുഷ്ഠരോഗി, അവിടെ രക്തസ്രാവക്കാരിയെ കൊണ്ട് തള്ളുന്നത്, ആർക്കും വേണ്ടാത്തതിനെ കൊണ്ട് തള്ളുന്ന ഔട്ട് ഓഫ് ക്യാമ്പ് അവിടെ പാളയത്തിന് പുറത്ത്. അവിടെയാണ് യേശു നിന്ന് ചുമന്നത്. അത് ഈ പഴയ യാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ടൈപ്പ്, ആന്റി ടൈപ്പ്, പ്രോട്ടോടൈപ്പ് നമ്മൾ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ രൂപം, ഓൾട്ടർസ്മെന്റ് യാഗം. പുരോഹിതൻ വരും, യാഗം അർപ്പിക്കും, അതിന്റെ കുടലും വവയും ചാണകം എല്ലാം വേസ്റ്റും എല്ലാം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകും. സ്വതന്ത്രം.
ഇങ്ങനെ നിന്ന ചുമന്നുകൊണ്ട് പോകും. ആ പുരോഹിതൻ വന്ന് കഴുകി വൃത്തിയായി വിശുദ്ധ സ്ഥലത്തേക്ക് കയറും. ആരാണോ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയ അദ്ദേഹം ആണ് വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടുന്നത്. ദൂത് പിടികിട്ടിയോ? പാളയത്തിന് പുറത്ത് അപമാനിക്കപ്പെടുന്നവൻ വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടും. പാളയത്തിന് പുറത്തേക്ക് നിന്ന് അതാണ് ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായർ 9 ത്രികാല പ്രത്യക്ഷത, മഹാപാവ പരിഹാര ദിവസം ത്രികാല പ്രത്യക്ഷതയാണ്. ഒരിക്കൽ പ്രത്യക്ഷനായി, രണ്ടാമത് ദൈവസന്നിധിയിലേക്ക് പ്രത്യക്ഷനായി. അകത്തേക്ക് പോയവൻ വീണ്ടും തിരിച്ചു വരും. അവനെ കാത്തുകൊണ്ടാണ് യഹൂദന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് യേശു ദൈവസന്നിധിയിലേക്ക് പോയി. ആ യേശു ഇനി മടങ്ങി വരും. അകത്തേക്ക് പോയ ഒരുവനെ കാത്തുകൊണ്ട്, അതാണ് കാത്തുകൊണ്ട്, അതാ രക്ഷയ്ക്കായി കാത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ പുരോഹിതൻ വന്ന് ജനത്തെ അനുഗ്രഹിക്കും. അകത്തേക്ക് പോയ പുരോഹിതൻ ഇതുവരെ വന്നില്ല, യേശു മടങ്ങി വരാൻ പോകുകയാണ്. അതാണ് ഈ ടൈപ്പ്, ആന്റി ടൈപ്പ്, പ്രോട്ടോടൈപ്പ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ യഹൂദൻ എങ്ങനെയാണ് യാഗം പുരോഹിതൻ ചെയ്തത്, അതുപോലെയാണ് ക്രിസ്തു. അതുപോലെ നമ്മളെന്ത് ചെയ്യണം? നമ്മളും നിന്ന് നോക്കണം. ക്രൈസ്തലോ ഇത്രയുള്ള അതിൻ്റെ കാര്യം. അതുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയതിൻ്റെ കാരണം അവിടെ ആർക്കും വേണ്ടാത്തവരും, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ, മുറിവേറ്റവൻ, വ്യവസ്ഥാപിത ഭൂപടത്തിന് പുറത്ത് എല്ലാ മുഖ്യധാര വ്യവഹാരങ്ങളുടെയും മതങ്ങളുടെയും പുറംപോക്കിലൂടെ, പൊയ്യലപ്പന്റെ പാട്ടിലാണെന്ന് പറയുന്നു, എല്ലാ മതങ്ങളുടെയും പുറംവഴിയിലൂടെ ഞങ്ങൾ നടന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായ ഭൂപടത്തിന്റെ പുറംപോക്കിലൂടെ സഞ്ചരിച്ചവർ, അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലേവ്യ പുസ്തകത്തിൽ തൊടരുതെന്ന് പറഞ്ഞ മുഴുവൻ ആളുകൾ യേശു തൊട്ടു. ശവത്തെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു, രക്തസ്രാവക്കാരിയെ തൊട്ടു. ഒരു സ്രവം തൊടാൻ പാടില്ല. രക്തസ്രാവക്കാരിയെ തൊട്ടു, ശവത്തെ തൊട്ടു. തൊടരുതെന്ന് പറഞ്ഞ എല്ലാവരും യേശു തൊട്ടു. അതാ യേശു. അതാണ് യേശു. രാത്രി മനസ്സിലാക്കണം. ശുദ്ധാശുദ്ധ നിയമങ്ങൾ അകറ്റി നിർത്തിയതാണ് കുഷ്ഠരോഗി. കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല. അവനെ പാളയത്തിന് പുറത്ത് തള്ളിയതാണ്. പൗരോഹിത്യം തീരുമാനിക്കും ആരുടെ ശരീരമാണ് നല്ലത്, ആരുടെ ശരീരമാണ് പൂർണ്ണതയുള്ളത്. ശരീരത്തിന്റെ വിശുദ്ധി തീരുമാനിക്കുന്നത് ഹൈറാർക്കിയാണ്, വരേണ്യതയാണ്, പൗരോഹിത്യമാണ്. ശ്രദ്ധിച്ചു കേട്ടണം. പ്രീസ്റ്റ് കൊണ്ട് തീരുമാനിക്കും ആരുടെ ശരീരമാണ് നല്ലത്, ആരുടെ ശരീരം കൊള്ളത്തില്ല. ഇപ്പം ഭയങ്കര ചർച്ചയാണ് ബോഡി ഷേമിങ്. അറിയാമല്ലോ, അല്പം ഫിലോസഫിയും തിയോളജിയിലാണ് ഇനി സംസാരിക്കും. ശ്രദ്ധിച്ച് കേട്ടാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ ഓർമ്മ ആർക്കറിയാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാട്ടെ, കണ്ണെന്ന് പറയണ്ട. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. സ്വതന്ത്രം. അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പൗരോഹിത്യം തീരുമാനിക്കും, വരേണ്യത തീരുമാനിക്കും, ഹൈറാർക്കി തീരുമാനിക്കും ആരുടെ ശരീരമാണ് നല്ലത്. ശരീരത്തിന്റെ പൂർണ്ണത, അതിന്റെ വിശുദ്ധി തീരുമാനിക്കുന്നത് പുരോഹിതൻ. അവൻ തീരുമാനിക്കും. അത് യേശു അങ്ങ് പൊളിച്ചു. യേശു അവനെ തൊട്ടിട്ട് പറഞ്ഞു, ഇനി പുരോഹിതനല്ല, ഞാൻ തീരുമാനിക്കും ആരാ കൊള്ളവെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പുരോഹിതനെ പോയി കാണിക്ക്. പുരോഹിതനാണല്ലോ നിന്നെ പുറത്താക്കിയത്, അവൻ തന്നെ നിന്നെ സമുദ്രത്തിൽ ചേർക്കട്ടെ. അതുകൊണ്ട് പൗരോഹിത്യമല്ല, ശുദ്ധാശുദ്ധ നിയമങ്ങളെ യേശു പൊളിച്ചു. അതുകൊണ്ടാണ് യേശു കുഷ്ഠരോഗിയെ തൊട്ടത്, സ്വതന്ത്രം, ശവത്തെ തൊട്ടത്. ശരീരം അശുദ്ധം ശുദ്ധം എന്നൊക്കെ പ്രീസ്റ്റ്ഹുഡ് പറയും. യേശുവിന്റെ ശരീരം അശുദ്ധമാണ്. കാരണം ഈ അശുദ്ധനെ എല്ലാം തൊട്ടല്ലോ. സാമ്പ്രദായിക ഇന്റർപ്രിട്ടേഷൻ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പ്രശ്നം പിടിക്കേണ്ടതില്ല. സ്വതന്ത്രം, സാമ്പ്രദായിക വ്യാഖ്യാനം. ഞാൻ വേറെ ടോണിലെ പ്രസംഗിക്കുന്ന ആദ്യം പിടി കിട്ടിയില്ലേ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. സാമ്പ്രദായികമായ വ്യാഖ്യാനം അനുസരിച്ച് കുഷ്ഠരോഗിയെ തൊട്ട ശരീരം, ശവത്തെ തൊട്ട ശരീരം, രക്തസ്രവക്കാരിയായ സ്ത്രീ വന്ന് തൊട്ട ശരീരം, പാപിനിയായ സ്ത്രീ വന്ന് തൊട്ട ശരീരം, അപസാരി വന്ന് തൊട്ട ശരീരം, ഇത് യഹൂദന്റെ സാമ്പ്രദായിക വ്യാഖ്യാനം അനുസരിച്ച് അശുദ്ധമാണ്. അപ്പൊ യേശുവിന്റെ ശരീരം അശുദ്ധമാണ്, ക്രൂശ് ശാപമാണ്, അവൻ നഗ്നത അനുഭവിച്ചവരാണ്. അങ്ങനെയുള്ള ക്രൂശിത ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഇന്നും ക്രൂശിക്കപ്പെടുന്ന മനുഷ്യന് വേണ്ടിയാണ് യേശു വന്നത്. നിറത്തിന്റെ പേരിൽ, ശരീരത്തിന്റെ പേരിൽ, നരവംശാസ്ത്രത്തിന്റെ പേരിൽ ആരെങ്കിലും ഇന്ന് ക്രൂശിക്കപ്പെടുന്നെങ്കിൽ ക്രൂശിത ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് പാളയത്തിന് പുറത്ത് യേശു അപമാനം സഹിച്ചത്. അപവാദങ്ങൾ, അപമാനങ്ങൾ, ഇതൊക്കെ അണ്ടോ കുഷ്ഠരോഗിയെ തൊട്ടതിന് ശുദ്ധാശുദ്ധ നിയമത്തിന്റെ സംഭവം അങ്ങ് പൊളിച്ചു കളഞ്ഞു. പ്രീസ്റ്റ്ഹുഡിന്റെ വരേണ്യതയുടെ, ബ്രാഹ്മണ്യത്തിന്റെ നട്ടല് തകർത്ത്. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, യേശു തകർത്തു.
എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത് അറിയാമോ? ഇതാണ് സുവിശേഷത്തിന്റെ മാനവികത, ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ഇന്ന് രാത്രി നാട് തിരിച്ചറിയണം. സുവിശേഷം എന്താണെന്ന് അറിയാമോ? ബൈബിളിന്റെ മാനവികത എന്താണെന്ന് അറിയാമോ? മനുഷ്യ വിമോചനത്തിന്റെ മൗലിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ബൈബിളിന് മാത്രമേ കഴിയൂ. അത് ഈ നാട് മനസ്സിലാക്കണം. 50 കൊല്ലം മുമ്പ് ഈ നാടിങ്ങനല്ലായിരുന്നു കേട്ടോ. 100 കൊല്ലം മുമ്പ് ഈ നാടിങ്ങനല്ലായിരുന്നു. വായിച്ചു നോക്കണം. പി ഭാസ്കരനുടെ 19ാം നൂറ്റാണ്ടിലെ കേരളം, ഡോക്ടർ ലാം മനോഹർ ലോഹിയുടെ ജാതി വ്യവസ്ഥ, പി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളം വായിച്ചു നോക്കണം. ഈ റോഡുടെ കാലയ്ക്കും കടുവയ്ക്കും പോകാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. ആരോഹണ ക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണ ക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്ത അറിവിന്റെ ജാതി വ്യവസ്ഥ. പട്ടിക്കും പൂച്ചയ്ക്കും പാമ്പിനും പഴുതാരയ്ക്കും പുൽച്ചെടിക്കും പോലും സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. വെള്ളവസ്ത്രം ധരിക്കാൻ, കുടപിടിക്കാൻ, വടിപിടിക്കാൻ, ചെരിപ്പിടാൻ, വഴി നടക്കാൻ, ഇഷ്ടദൈവത്തെ ആരാധിപ്പാൻ പള്ളിക്കൂടത്തിൽ പോകാൻ അവന് അനുവാദമില്ലായിരുന്നു. കണ്ണൻ ചിരട്ടി കഞ്ഞു കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം അതായിരുന്നു ഈ നാട്. എന്നാൽ ഈ നാടിനെ ആധുനികവൽക്കരിച്ചത് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെ വെളിച്ചം കണ്ടത് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം ഈ മാർഗം ഈ നാട്ടിൽ വന്നതുകൊണ്ടാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേര് ഒരാളെ തല്ലിക്കൊന്നത്? 20 വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മിഷണറി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പത്ത് കടന്നാണ്. അമ്മ പറഞ്ഞു ശിവരാമനോട് ഉപ്പ് വാങ്ങിച്ചോട്ട് വരാൻ. ശിവരാമൻ കടയിൽ ചെന്ന് ഉപ്പ് ചോദിച്ചപ്പോൾ ശിവരാമനെ കടയുടമ തല്ലിക്കൊന്നു. എന്തിനാണ് ഉപ്പ് ചോദിച്ചതിന്റെ പേര് തല്ലിക്കൊന്നത്? 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ പി ഭാസ്കരനുണ്ണി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേര് തല്ലിക്കൊല്ലാൻ കാരണം ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ ഉപ്പെന്ന് പറയാൻ പാടില്ല, പുളിച്ചതെന്ന് പറയണം. ഉപ്പെന്ന് പറയാൻ അനുവാദമില്ലാത്തവരുടെ നാടായിരുന്നു ഇത്. ഊരുട്ടമ്പലത്ത് പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിൽ കയറി ആ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു. പുല്ലാട് ഇന്നും തീ വെച്ച സ്കൂൾ എന്നറിയപ്പെടുന്നത്. പുല്ലാട് സ്കൂളിൽ 4 കുട്ടികൾ കയറി. ആ സ്കൂളിൽ 4 കുട്ടികൾ കയറിയതിന്റെ പേര് സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു. പള്ളിക്കൂടത്തിൽ കയറാൻ അനുവാദമില്ലാത്തവന്റെ നാട്. ബൈബിൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്, സുവിശേഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈബിളാണ്, സുവിശേഷമാണ്. 1806 ലണ്ടൻ മിഷണറിമാർ വന്നു. തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ ബൗണ്ടറി ഉണ്ട്. ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാരുടെ, കല്ലടയാർ വരെ. 1819 ഏനാത്ത് പാലം മുതൽ അങ്ങ് ഭാരതപ്പുഴ വരെ CMS മിഷണറിമാർ. 1839 അങ്ങ് ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ ബാസ മിഷണറിമാർ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ, ലൂതറൻ മിഷണറിമാർ, സാൽവേഷൻ മിഷണറിമാർ ഈ നാട്ടിലെത്തി. പള്ളിക്കൂടം ഉണ്ടാക്കി, ഡിക്ഷണറി ഉണ്ടാക്കി, വ്യാകരണം നൽകി, വസ്ത്രം നൽകി, ഇംഗ്ലീഷ് നൽകി, വട്ടെഴുത്ത് നൽകി, അച്ചടി യന്ത്രം നൽകി, ആഹാരം നൽകി, ജീവിതം നൽകി. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, എല്ലാം നൽകിയത് സുവിശേഷമാണ്. ഇംഗ്ലീഷ് നൽകിയത് സുവിശേഷമാണ്. പ്രസ് നൽകിയത് മിഷണറിമാരാണ്. വ്യാകരണം നൽകിയത് അവരാണ്. ഡിക്ഷണറി നൽകിയത് അവരാണ്. വട്ടെഴുത്ത് നൽകിയത് അവരാണ്. ആദ്യത്തെ പത്രം രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം, ആദ്യത്തെ പത്രം അവരുടേതാണ്. എല്ലാം അവരുടേതാണ്. ഈ ഹൈറേഞ്ച് എത്ര മനോഹരാണെന്നറിയാമോ? ഏലം അവർ കൊണ്ടുവന്നതാണ്, കാപ്പി അവർ കൊണ്ടുവന്നതാണ്, പൈനാപ്പിൾ അവരുടേതാണ്, കശുവണ്ടി അവരുടേതാണ്, ഓമയ്ക്ക് അവരുടേതാണ്, കപ്പ അവരുടേതാണ്, ആഹാരം അവരുടേതാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മുടേതല്ല കേട്ടോ. സാരിയും ബ്ലൗസും പാവാടയും വെറ്റിക്കൊട്ടും എല്ലാം അവരുടേതാണ്. എല്ലാം അവരുടേതാണ്. എല്ലാം മിഷണറിമാർ കൊണ്ടുവന്നതാണ്. പാള കൊണ്ട് ഗോപീനമുണ്ടാക്കി ജീവിച്ച ഈ നാടിനെ ആധുനികവൽക്കരിച്ചത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷമാണെന്ന് ഈ നാടിനോട് അസന്നിഗ്ധമായി പറയുന്നു. പാളയത്തിന് പുറത്ത് നിന്ന ചുമലുകൊണ്ട് ഈ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ പുറംപോക്കിലേശ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പാമ്പാടും പറയിൽ ആദ്യം ഏലത്തോട്ടം കൊണ്ടുവന്നത് JJ മർഫി, ജോൺ ജോസഫ് മർഫിയ. കാപ്പി കുടിക്കുമ്പോൾ ഓർത്തോണം, കാപ്പി അവരുടേതാണ്. ഹൈറേഞ്ചിലെ പല എസ്റ്റേറ്റിന്റെ പേര് ഇംഗ്ലണ്ടിലെ സ്ഥലങ്ങളുടെ പേരാണ്. ചായ അവരുടേതാണ്, കപ്പ അവരുടേതാണ്, പൈനാപ്പിൾ അവരുടേതാണ്, കശുവണ്ടി അവരുടേതാണ്, ഓമയ്ക്ക് അവരുടേതാണ്. പുട്ട് കോട്ടീസുകാരുടെ ആഹാരം അറിയാമോ? ഇന്ന് പുട്ട് കഴിച്ചവർ ഓർത്തോ കോട്ടീസുകാരനെ? ഈ പുട്ട് കഴിച്ചോണ്ടാ നമ്മളെ ചോദിക്കാൻ പറ്റും. പുട്ട് കോട്ടീസുകാരുടെ ആഹാരമാണ്.
അപ്പം നടുത്തല പാസ്തൽ എന്നാ പറഞ്ഞത്, യഹൂദന്റെ ആഹാരമാണ്. ഈ കളമല, എരുമേലി, മുക്കൂട്ടുതറ ജംഗ്ഷനിരിക്കുന്ന സകല പലഹാരവും മിസ്ത്രിമാർ കൊണ്ടുവന്നതാണ്. പറങ്കികൾ, കൊടുങ്ങല്ലൂർ, കൊച്ചിയിൽ മക്കളെ കാണാൻ കൊണ്ടുവന്നതാണ്. മുട്ടായി അവിടെതാണ്, ബേക്കറി സിസ്റ്റം അവിടെതാണ്, എല്ലാം അവിടെതാണ്. നമുക്കൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞേ ഉള്ളായിരുന്നു. സോദരം, വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സുവിശേഷം എന്ത് ചെയ്തു എന്നാണോ ചോദിക്കുന്നത്? ചെയ്തതെല്ലാം സുവിശേഷമാണ്. ഈ നാടിന് ആധിപത്യത്തിന് സുവിശേഷമാണ്. ഈ നാടിന് മാറ്റം നൽകിയ സുവിശേഷമാണ്. ലോകത്തെവിടെങ്കിലും വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ടോ? ലോകത്ത് ഒരിടത്തുമില്ല. 1812 മുതൽ 42 വരെ 4 ഘട്ടങ്ങളിലായി തിരുനെൽവേലിയിലും അങ്ങ് കൽക്കുളത്തും ഉരുട്ടമ്പലത്തും നെയ്യാറ്റിൻകരയിലും ഒക്കെ വലിയ സമരം നടന്നു. നാടാ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അനുവാദമില്ലായിരുന്നു. പക്ഷെ മതം മാറിയ നാടാ സ്ത്രീകൾ മാറുമറക്കണമെന്ന് മിഷണറിമാർ പറഞ്ഞു. ചാൾസ് മീഡ്, വില്യം തോബിയാസ് കഴിച്ച ചാൾസ് മീഡ് ഇവിടുന്ന് കല്യാണം കഴിച്ച ആളാണ്. ജോൺ നോക്സ് ഇവിടുന്ന് കല്യാണം കഴിച്ച ആളാണ്. അങ്ങനെ മിഷണറിമാരുടെ ഭാര്യമാർ കൈയുണ്ടാക്കിയ ബ്ലൗസും റൗക്കയും ജാക്കറ്റും ഇട്ടുകൊണ്ട് മതം മാറിയ നാടാസ്ത്രീകൾ റോഡിലൂടെ പോയി സവർണർ അത് വലിച്ചു കയറി. അതിനെതിരെ നടന്ന കലാപമാണ് അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ, മേൽമുണ്ട് സമരം, മാറുമറക്കൽ കലാപം. ലോകത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അതിനെതിരെ ചാൾസ് മീഡ് ശ്രീ പത്മനാഭപുരം കോടതി കേസ് കൊടുത്തു. അങ്ങനെ കോടതി വിധി വന്നു. ആ ഉത്തരവിന്റെ ഭാഗമായി റാണി ഗൗരി ലക്ഷ്മിബായി ഉത്തരവിട്ടതിന് ശേഷമാണ് നാടാസ്ത്രീകൾ മാറുമറയ്ക്കാതെ തുടങ്ങി. സ്വതന്ത്രം ചെയ്താണ്. നല്ല സ്വതന്ത്രം പറ. ഇതിന്റെ സ്വതന്ത്രം പറയാൻ പിന്നെ ഏതിനെ സ്പ്രിങ് ആകും നിങ്ങൾ? സ്വതന്ത്രം വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ള. എന്നിട്ട് മുട്ടിന് താഴെ ചോദിച്ചില്ല. നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക, സവിസ്തരമായി വിശദീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്വതന്ത്രം. ഇതാണ് ഈ നാട്. ഇതായിരുന്നു അവസ്ഥ. റോഡിന് പോലും ജാതിയായിരുന്നു. പണ്ടൊരു നായർ ഒരു കുതിരയെ വാങ്ങിച്ചു. അതെല്ലാം പുസ്തകത്തിൽ പറയുന്നതാണ്. പക്ഷെ കുതിര റോഡിൽ കൂടെ നടക്കുന്നില്ല. അത് ഊട് വഴി കൂടെ പോവുക. കണ്ടത്തിൽ കൂടെ ഒക്കെ ചാടി പോവുക. അന്വേഷിക്കപ്പെടാൻ അതൊരു ഈഴവന്റെ കുതിരയാണ്. മനസ്സിലായോ? അത് ഇതുവരെ റോഡിൽ കൂടെ പോയിരുന്നില്ല. തിരുവിതാംകൂറിൽ 2 പേർക്ക് കാറുണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂർ കുടുംബത്തിലും മറ്റു 4 കുട്ടിച്ചാനും. അദ്ദേഹം ഈഴവനാണ്. അദ്ദേഹത്തിന് അന്ന് കാറുണ്ടായിരുന്നു. പക്ഷെ കാർ ഓടിക്കാൻ അനുവാദമില്ല. കാർ ഓടിച്ച് വരുമ്പോൾ ഒരു അമ്പലം കണ്ടാൽ അവിടെ ഇറങ്ങിയിട്ട് പുള്ളി അതുവഴി നടന്നു വരും. വേറൊരുത്തൻ കാർ ഓടി. ഈ ഗതികേടാണ്. റോഡിന് പോലും ജാതിയാണ്. എന്നാൽ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സുവിശേഷമാണ് വ്യത്യാസമുണ്ടാക്കിയത്. ബൈബിളാണ് പരിവർത്തനം നൽകിയത്. ആ സാമൂഹിക പരിവർത്തനത്തിന്റെ ചരിത്രമാണിത്. മാനപുരത്തെ വീണ്ടെടുപ്പിന്റെ വിമോചനത്തിന്റെ ചരിത്രമാണിത്. ഈ നാടിന്റെ നവോത്ഥാനത്തിൽ തുടക്കം കുറിച്ചത് ബൈബിളിന്റെ മലയാള പരിഭാഷയാണ്. കേട്ടോ? അങ്ങനെ തിരുനെൽവേലി, തോമസ് നോട്ടൻ ആലപ്പുഴയിൽ, അങ്ങ് മല്ലപ്പള്ളി, ഇവിടെയുള്ള പള്ളിക്കൂടങ്ങൾ, തൂനശ്ശേരി പള്ളിക്കൂടം പാവപ്പെട്ടവരുടെ മാത്രം. ബേക്കർ സാഹിബ്, ഹെൻറി ബേക്കർ പള്ളത്ത് താമസിക്കുന്നത്. ഹെൻറി ബേക്കറിന്റെ നോക്കിയ പള്ളത്ത് രാവിലെ മുറ്റത്ത് കുറച്ച് പേര് വന്നിരിക്കുക. അപ്പം മോള് പറഞ്ഞു, ഡാഡിയെ കാണാൻ കുറച്ച് പേര് വന്നിരിക്കുന്നു. ഇവർക്ക് ആർക്കും ഡ്രസ്സില്ല. മേലുകാവിൽ നിന്ന് വരിക. കേട്ടോണം ചരിത്രം. അവർ പറയും, സായി പ്രഭകളെ നിങ്ങൾ മേലുകാവിന് വരണം, ഞങ്ങളെ അക്ഷരം പഠിപ്പിക്കണം. ഹെൻറി ബേക്കറിന് പോകാൻ പേടിയാണ്. കാരണം നമ്മളിപ്പോൾ ഈ കടുവാക്രമണമൊക്കെ വായിക്കുന്നത്. അതുപോലെ കാട്ടാനയും കടുവയും കാട്ടുപന്നിയും മലമ്പാമ്പൊക്കെ ഉള്ളതാണ്. ഇവർ തന്നെ താമസിക്കുന്നത് മരത്തിന് മുകളിൽ ചുള്ളിക്കമ്പ് വെച്ചാണ്. മനസ്സിലാക്കി വേണം. പിന്നീട് ഹെൻറി ബേക്കർ അവിടെ ചെന്നു. ഞാൻ മേലുകാവ് IPC സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ രാവിലെ ഇറങ്ങി ഇവിടെ പഠിക്കാൻ വേണ്ടി. ഹെൻറി ബേക്കർ ചെയ്യുന്ന ആദ്യം കുതിരപ്പുറത്ത് ഇറങ്ങിയ സ്ഥലം ഇപ്പോൾ കോളേജ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. സ്വന്തമായിട്ട് മലയേറിയ സമുദായം മനുഷ്യനായത് ഹെൻറി ബേക്കർ അവിടെ ചെന്നുകൊണ്ടാണ്. ഈസ്റ്റ് കേരള മഹായിടവകളിൽ സ്വന്തമായി ഡയോസിസ്, സ്വന്തമായി തിരുവേലി, സ്വന്തമായി കോളേജ്, സ്കൂളുകൾ. എങ്ങനെയാണ് ഈ സമുദായത്തിൽ കിട്ടിയത്? ഹെൻറി ബേക്കറിന്റെ സുവിശേഷം കോട്ടയം ജില്ലയുടെ മലയോരങ്ങളിൽ എത്തിയത് കൊണ്ടാണ്. ദുബായ് പോലെയാണ് മേലുകാവ്. സോദരം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് ഈ നാട്. മുണ്ടക്കയത്തിന് പേരിട്ടത് ഹെൻറി ബേക്കർ, അതറിയാവും. മുണ്ടിക്കായ എന്ന പേര് ഡയറിൽ എഴുതിയത്. ഇങ്ങനെ പാറക്കെട്ടുകളിൽ കുക്കുമുണ്ടി എന്നല്ല ഇവിടെ പറയുന്നത്. കുക്കുമുണ്ടി, ചാരക്കൊക്ക്.
പാറക്കെട്ടുകളിൽ ഒത്തിരി കൊക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലത്തിന് അദ്ദേഹം ഇട്ട പേരാ മുണ്ടിക്കയം. മുണ്ടക്കയത്തിന് പേരിട്ടത് ഹെൻറി ബേക്കർ സാഹിബ. സ്തോത്രം, സ്തോത്രം. ഈ നാടിനെ ഇങ്ങനെ ആക്കിയത് സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നാടിന് വ്യത്യാസം നൽകിയത് സുവിശേഷമാണ്. അങ്ങനെ എല്ലാം നൽകി, വസ്ത്രം നൽകി, എല്ലാം നൽകി. പ്രിയമുള്ളവർ, ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. ഞാൻ അവസാനിപ്പിക്കുക. അങ്ങനെ മാറ്റമുണ്ടാക്കി. അങ്ങനെ മലയാളത്തിലേക്ക് ബൈബിൾ കിട്ടിയത് നമ്മുടെ വ്യത്യാസം. ബൈബിളിന്റെ മലയാള പരിഭാഷയാണ് നാടിന് നവോത്ഥാനം തുടക്കം കുറിച്ചത്. നാടിനോട് ആധികാരികമായി പറയുന്നു, കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. ഒന്നാം ഘട്ടം. അതിന്റെ രണ്ടാം ഘട്ടമാണ് വൈകുണ്ഠസ്വാമിയുടെ സീതാണ് ഗുരുവയ്യങ്കാളി, പണ്ഡിക്കർപ്പൻ, വാപ്പടാനന്ദൻ, കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, അങ്ങനെ ആളുകൾ ഏറ്റെടുത്ത് രണ്ടാം ഘട്ടം. അതിന് മൂന്നാം ഘട്ടമാണ് ജനാധിപത്യ കർഷക പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇതാണ് അതിന്റെ ക്രമം. ആ നവോത്ഥാനം തുടങ്ങിയത് ബൈബിളാണ്, പ്രൊട്ടസ്റ്റന്റ് ആത്മീയതയാണ്. ആ നാടിനെ ആദ്യവൽക്കരിച്ചത് സുവിശേഷമാണ്, ബൈബിളിന്റെ പരിഭാഷയാണ്. LMS, CMS, ബാസർ മിഷണറിമാരാണ്. നിങ്ങൾക്കറിയാം, ആ കുഷ്ഠരോഗത്തിന് ചികിത്സയില്ലായിരുന്നു. ജീവനോട് കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിച്ചു കളയും ഇലക്കകത്ത് വെച്ച്. പക്ഷെ ആദ്യമായി ലെപ്രസി സെന്റർ ആരംഭിച്ചാർന്ന സാൽവേഷൻ ആർമി മിഷണറിമാരാണ്. കാട്ടാക്കടയിലും കങ്ങടയിലും നൂറിനാട്ടും അങ്ങനെ വരിക്കോലിലും പുത്തൻകുരിശും ആദ്യമായി കുഷ്ഠരോഗാശുപത്രി കൊണ്ടുവന്നത് മിഷണറിമാരാണ്. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യേണ്ട. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ്. പ്രൈസ് ദി ലോർഡ്. കപ്പ മിഷണറിമാർ കൊണ്ടുവന്നു. സ്തോത്രം. വിശാഖ തിരുനാൾ മഹാരാജാവാണ് കേരളത്തിൽ മുഴുവൻ അത് പ്രചരിപ്പിച്ചത്. ഡച്ചുകാരാണ് തെങ്ങ് മുഴുവൻ. സ്തോത്രം. വിശാഖ തിരുനാൾ മഹാരാജാവാണ് ചെണ്ടമുറി കപ്പയാണെന്ന് കുറിച്ചത്. വിശാഖ തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് വൈദ്യം പറഞ്ഞു മുളകരച്ച് തിന്നാൻ പറഞ്ഞു. നിരന്തരമായി മുളകരച്ച് തിന്നപ്പോൾ വയറിന് അൾസർ ഉണ്ടായി. അതേ വൈദ്യം പറഞ്ഞു, നിങ്ങൾ നാരുള്ളൊരു ആഹാരത്തിലൂടെ മുളക് കഴിക്കണം. നമ്മൾ കപ്പയും മുളകും കഴിക്കുന്നത് അതിന് ശേഷമാണ്. വിശാഖ തിരുനാൾ മഹാരാജ കഴിച്ചതിന് ശേഷമാണ്. മനസ്സിലായോ? അതുകൊണ്ട് പാസ്റ്റർമാരെ തല്ലുന്നവരോട്, കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നവരോട് വ്യക്തമായി പറയട്ടെ, ഈ സുവിശേഷത്തെ തകർക്കാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ജയിലുകൾ തികയത്തില്ല. വ്യക്തമായി പറയുന്നു, സുവിശേഷത്തെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല. കള്ളക്കേസുകൾ എടുത്ത് ദൈവദാസന്മാരെ ജയിലടച്ച് മിഷണറിമാരെ ആക്രമിക്കുമെന്ന് പറയുന്നു. സുവിശേഷം ഈ നാടിനെ സ്വാധീനിക്കും. നിങ്ങൾ അക്രമങ്ങളിലേക്ക് തിരിയുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് ഇങ്ങനെ പടരും. ഈ രാജ്യം മാറ്റമുണ്ടാവും. എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനെയും ഭാര്യ ഷീജയെ ജയിലടച്ചത്? പാർലമെന്റിന് ബോംബെറിഞ്ഞിട്ടോ? പൊതുമുതൽ നശിപ്പിച്ചിട്ടോ? ബോംബുണ്ടാക്കിയതിന്റെ പേരിലോ? ഈ രാജ്യത്ത് എന്തെങ്കിലും ഭീകരപ്രവർത്തനം നടത്തിയതിന്റെ പേരിലോ? എന്തിന്റെ പേരിലാണ്? പാറശാല മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി ഞങ്ങളുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ റെയ്ഡ് ചെയ്താൽ ഒരു കുറുപടി കിട്ടത്തില്ല. അത് മനസ്സിലാക്കിക്കോണം. അതാണ് സുവിശേഷം, അതാണ് പെന്തക്കോസ്തുകാർ. നിങ്ങൾ മനസ്സിലാക്കണം. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കല്ലെറിയാത്തവർ, ഹർത്താൽ പ്രഖ്യാപിക്കാത്തവർ, ഒരു വിധ്വംസക പ്രവർത്തനം ചെയ്യാത്തവർ, നിങ്ങൾ നോക്കണം. അതാണ് ഞങ്ങളുടെ ചെറുപ്പക്കാർ. ആ സാത്വിക സമൂഹമാണ് ഞങ്ങൾ. ഈ 14,000 ഇത്തരം പേരേ ഉള്ളൂ. പക്ഷേ 22 ലക്ഷം പേരുണ്ട്, അറിയാമോ? 45-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000 മുകളിൽ വോട്ടർമാരാണ്. 14 ലക്ഷം വോട്ടർമാരുണ്ട്. 22 ലക്ഷം പ്രവാസികളുണ്ട്. 22 ലക്ഷം പേരുണ്ട്. കത്തോലിക്കൽ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹം പെന്തക്കോസ്താണ്. നിങ്ങൾ ഞങ്ങളുടെ ശക്തി അറിയാത്തതുകൊണ്ടാണ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, പാളയത്തിന് പുറത്തവൻ നിന്നജമെന്ന് പ്രൈസലോ. അതുകൊണ്ട് ശുദ്ധാശുദ്ധ നിയമം തീരുമാനിക്കുന്നത് ഇനി പൗരോഹിത്യമല്ല. യാഥാസ്ഥികരായ യഹൂദം തീരുമാനിക്കും ഏത് ജാതിയാണ് നല്ലതെന്ന്. അവർ തീരുമാനിക്കും. അവർ പറയുന്ന ജാതി കൊള്ളത്തില്ല. സദരം. അങ്ങനെയാണ് യാഥാസ്ഥിക യഹൂദന്റെ വംശഹുങ്കിന്റെ ഇരകളാണ്. യാഥാസ്ഥികനായ യഹൂദന്റെ വംശ ജാതിബോധത്തിന്റെ ഇരകളാണ് ശമര്യരും കനാന്യരും. അതുകൊണ്ടാണ് യേശു ശമര്യസ്ത്രീയുടെ അടുക്ക പോയതും കനാന്യസ്ത്രീയുടെ അടുക്ക പോയതും. ശമര്യസ്ത്രീയുടെ അടുക്ക പോയതും കനാന്യസ്ത്രീയുടെ അടുക്ക പോയതിന്റെ കാരണം യഹൂദന്റെ വംശീയ ബോധം പൊളിക്കാൻ വേണ്ടിയാണ്. ശമര്യയുടെ അടുക്ക പോതില്ല കേട്ടോ. അവിടുത്തെ മണ്ണശുദ്ധം പെണ്ണശുദ്ധമല്ല. ചണ്ടാല വിഷയിൽ ആശാൻ അന്ന് എഴുതിയിട്ടുള്ളത് ആ ജാതിയെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ജാതി യോജിക്കുന്നില്ല സഹോദരി എന്നൊക്കെ പറഞ്ഞ് അന്ന് എഴുതിയത് ആ സബ്ജക്റ്റാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, യേശു അവിടെ ചെന്നു ആ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് അവിടെ കുടിക്കാൻ വെള്ളം ചോദിച്ചു.
കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോഴേ പതിറ്റാണ്ടുകളായി യഹൂദന്റെയും ശമര്യരുടെയും കെട്ടിപ്പൊക്കിയ ജാതിയുടെ മതിൽ തകർന്നു. സോദരം, ജാതിയുടെ, കൾച്ചറിന്റെ, വംശത്തിന്റെ, ജെൻഡറിന്റെ മതിൽ പൊളിച്ചു കളഞ്ഞു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തന്നെ നമ്മളുടെ ആദ്യം 70 ആഴ്ചയോടെ പഠിപ്പിക്കും. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവര്, സ്തോത്രം. അങ്ങനെ യേശു അവളെ നേടി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവനുള്ള വെള്ളം വെളിപ്പെടുത്തിയപ്പോൾ അവൾ അവനെ യജമാനൻ എന്ന് വിളിച്ചു. കുടുംബ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ അവൾ അവനെ പ്രവാചകൻ എന്ന് വിളിച്ചു. ആരാധന വെളിപ്പെടുത്തിയപ്പോൾ അവൾ അവനെ മശിഹായ എന്ന് വിളിച്ചു. ഇന്ന് രാത്രി ജീവനുള്ള വെള്ളം വെളിപ്പെടുത്തുന്ന യജമാനൻ, നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രവാചകൻ, സത്യാരാധന വെളിപ്പെടുത്തുന്ന മശിഹ, ആ യേശുവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ യഹൂദന്റെ വംശബോധത്തെ പൊളിച്ച് ഏത് ജാതിയാണ്, ഏത് ശരീരമാണ് നീചം, മ്ലേച്ഛം, നല്ലത് എന്നീ യഹൂദം തീരുമാനിക്കേണ്ട. കനാന്യരെയും ശമര്യരെയും നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് യേശു അതിനെ പൊളിച്ചു കളഞ്ഞു. അതിനാ പാളയത്തിന് പുറത്തേക്ക് വന്നത്. 18 വർഷമായിട്ടൊരു സ്ത്രീ പള്ളി വരിക, അവർക്ക് പേര് പോലും ഇല്ല. കണ്ടോ, ഹൈറാർക്കിയുടെ, പേട്രിയാർക്കിയുടെ, മതത്തിന്റെ കൗശലം മനസ്സിലായോ? അവർക്ക് പേര് പോലും ഇല്ല. യേശു ആദ്യം പൊളിച്ചു. അവർക്കൊരു പേരിട്ടു, നീ അബ്രഹാമിന്റെ മകൾ. സ്വതന്ത്രം ചെയ്തേ ഒരു ഫെമിനിസ്റ്റ് തിയോളജി, നല്ല സ്വതന്ത്രം പറഞ്ഞു. സ്വതന്ത്രം വളരെ വ്യക്തമായി പറയട്ടെ. ഇതാണ് സ്ത്രീ ശരീരത്തിന്റെ, ബൈബിളിന്റെ, ഉടലിന്റെ രാഷ്ട്രീയം. അതാണ്. ഞാൻ ഇവിടെ അബ്രഹാമിന്റെ സന്തതിയാണ്. വ്യക്തിത്വം നഷ്ടപ്പെട്ടവൾ, കൂനിയായ സ്ത്രീ, അവൾ അപമാനിക്കപ്പെട്ടു. എന്നാൽ ഞാൻ അവളെ നേടിയത് അവൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അങ്ങനെ നിങ്ങൾ സ്റ്റഡി ചെയ്തു. നെഗറ്റീവ് അപരത്വം, നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു യേശുവിന്റെ ശുശ്രൂഷയും മുഴുവൻ. മുടന്തർ, അന്ധര്, ചെകിടര്, അംഗവൈകല്യം വന്നവര്, ഭിന്നശേഷിക്കാര്, ഇങ്ങനെ ഒറ്റപ്പെട്ടവര്, രക്തസ്രാവക്കാര്, ഇങ്ങനെയുള്ള നെഗറ്റീവ് അപരത്വത്തെ തേടിയ യേശു വന്നത്. ഈ അപര സമൂഹത്തെ വീണ്ടെടുക്കാനാണ് യേശു വന്നത്. വെറുക്കപ്പെട്ടവരെ തേടി. പ്രൈസ് ദി ലോർഡ്. 38 വർഷമായിട്ട് ഒരുത്തൻ, ഇത് 43ാമത്തെ കൺവെൻഷനാണ്. 32 വർഷമായിട്ട് ഒരുത്തൻ യോഗത്തിന് വരിക, ഇവന് വിടുതലില്ല. കൊടക്കരെ കിടക്കുക. 32 വർഷമായി വിടുതൽ നടക്കുന്നുണ്ട്, പക്ഷേ ഇവന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇവൻ ഒഴിവാക്കപ്പെട്ടവന്റെ പ്രതിനിധിയാൻ, തള്ളപ്പെട്ടവന്റെ പ്രതിനിധിയാൻ. ആരെങ്കിലും അവസരം നഷ്ടപ്പെട്ടവൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അവസരം ഇന്നാണ് എന്ന് മനസ്സിലാക്ക്. ഇന്ന് ദൂതൻ ഇറങ്ങി കുളം കലക്കാൻ കാത്തിരിക്കേണ്ട. യേശു വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ടവന്റെ പ്രതിനിധി കുളക്കര. ഈ കുളക്കരയുടെ ഇടത്താവളം ഇന്നും ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള കുളക്കരയുടെ ഇടത്താവളങ്ങൾ എരിമേലിലും കടമരയിലും മുക്കൂട്ടുതറയിലുമുണ്ട്. അവരെ തേടി യേശു വന്നിട്ടുണ്ട്. വാക്കുകളെ അവസാനിപ്പിക്കുക. പാളയത്തിന് പുറത്ത് അപമാനിക്കപ്പെട്ടവനെ തേടി, തള്ളപ്പെട്ടവനെ തേടി. നെഗറ്റീവ് ക്യാരക്ടറായ യേശുവിന്റെ ശുശ്രൂഷയിലെല്ലാം. പരീക്ഷന്റെ അത്താഴം ഇന്നുമെല്ലാം പോയ വിവാദം. ഒരു ബിഷപ്പിന്റെ കൂടി ഇത് ഫോട്ടോ എടുത്താൽ അന്ന് മുഴുവൻ എന്നെ ട്രോൾ ചെയ്യും. പിന്നാണ് പരീക്ഷന്റെ അത്താഴത്തിൽ പോകുന്നത്. പാവനിയ സ്ത്രീയോട് ഡയലോഗ് ചെയ്യുന്നത്. ശബരിയാസിനും കൂടെ എൻകൗണ്ടർ നടത്തുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഒരു യാഥാസ്ഥിക സമൂഹം അംഗീകരിക്കത്തില്ല. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നെഗറ്റീവ് അപരത്വങ്ങളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന യേശു ആരാധന പിടികിട്ടിയോ? ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി. ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെങ്കിൽ, ആർക്കും വേണ്ടാത്തവരാണെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ തള്ളപ്പെട്ടവരാണെങ്കിൽ, വെറുക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളെ തേടിയാണ് യേശു വന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ്. ഔട്ട് ഓഫ് ക്യാമ്പിൽ ആർക്കും വേണ്ടാത്തവരാണ്. പാളയത്തിന് പുറത്ത് തള്ളപ്പെട്ടവരാണ്. പാളയത്തിന് പുറത്ത് കൊല്ലപ്പെട്ടവരാണ്. പാളയത്തിന് പുറത്ത് കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ മതവും രാഷ്ട്രീയവും ചവച്ചു തുപ്പിയ ചണ്ടിക്കുമ്പാരങ്ങളെ പേടിയാണ് യേശു വന്നെങ്കിൽ, ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, നിന്നെ പേടിയാണ് യേശു വന്നത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണും അടഞ്ഞ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച സമയം. ഇപ്പോഴത്തെ രാത്രിയിൽ യേശുവിനെ നമ്മൾ ഉയർത്തി. നമ്മുടെ യേശു ആരാണ്? ഹല്ലേലൂയ. നമ്മുടെ യേശുവിന്റെ ശ്രേഷ്ഠത, മഹത്വം. നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയി യേശുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്നൊരു ഫോട്ടോ കാണും. എല്ലാ കണ്ണുകൂടെ ചാട്ട്, എല്ലാ കണ്ണുകൂടെ ചാട്ട്. എന്തെങ്കിലും കർത്തമേശയ്ക്ക് പാടുന്നു, എന്തെങ്കിലും എല്ലാ കണ്ണുകൂടെ ചാട്ട്, എല്ലാ കണ്ണുകൂടെ ചാട്ട്.
യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയമുള്ളവരെ, നിന്ന യുവത കൊണ്ട് യേശു മരിച്ചു. ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. യേശുവിന്റെ മരണം നിങ്ങളുടെ മരണമായിരുന്നു, നിങ്ങൾക്ക് പകരമാണ്. യേശുവിന്റെ മരണത്തിന് നമ്മളാണ് കാരണക്കാർ. ഇന്ന് രാത്രി യേശുവിനെ എനിക്ക് വേണം, ഈ കർത്താവിനെ എനിക്ക് വേണം. ഗദ്ഗതത്തോടെ കണ്ണുകളോടകം പറഞ്ഞ് പ്രാർത്ഥിക്കുമോ, യേശുവെ ഞാൻ പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു, അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. പാളയത്തിന് പുറത്ത് ഞാൻ വെറുക്കപ്പെട്ടവളായിരുന്നു, അപമാനിക്കപ്പെട്ടവളായിരുന്നു, തള്ളപ്പെട്ടവളായിരുന്നു. മതവും ആലയും സമൂഹവും രാഷ്ട്രീയമെല്ലാം ചവച്ചു തുപ്പി കണ്ടിക്കൂമ്പാരമായി എന്നെ ആർക്കും വേണ്ടായിരുന്നു. എന്നെ പേടി പുറംപോക്കിലേക്ക് വന്ന് പുറംപോക്കിൽ വീണ്ടെടുപ്പ് സാധിപ്പിച്ച് സമൂഹത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് എന്നെ അവിടെ പ്രതിഷ്ഠിച്ചല്ലോ. ഇത്രമാ